ഹരേ കൃഷ്ണ. ക്ലാസ് തുടങ്ങാം കേട്ടോ. കൃഷ്ണ. ഉമ്മജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സാഗണലളിതാ ശ്രീവിശാഖാനിധംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനി. നമ ആചാര്യ പാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണി. നമാവും വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശാത്യദേശധാരിണി. ജയോ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മള് എത്രണ്ട് 14 ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കിയത് അല്ലേ? അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഭാഗത്ത് എന്തായിരുന്നു? അർജുനന്റെ വീണ്ടും ദുഃഖങ്ങളാണ്, യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞത്. ഹരേ കൃഷ്ണ. മാതാജി ഒന്ന് കോഹോസ്റ്റ് ആക്കണേ, എന്നാലേ അറ്റൻഡൻസ് ലിങ്ക് ഇടാൻ പറ്റും. സോറി മാതാജി. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണ് അർജുനൻ? അപ്പൊ അർജുനന്റെ ആ വിഷാദിന് എന്താണ് പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത് പൃഥ്വിയുടെ മകനാണ്, കൗന്ദേയനാണ്. അപ്പൊ ഇത്തരം ദുഃഖങ്ങളൊന്നും എന്താ പറയാ അർജുനന് ചേർന്നതല്ല. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? ബുദ്ധിമാന്മാരെ ഒരിക്കലും എന്താ പറയാ ഒരാളുടെ ശരീരം നശിക്കുന്നതിനെ കുറിച്ചിട്ട് വരി ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇനി ഇതാണ്. അപ്പൊ ഇപ്പോഴാണ് അതിനുശേഷം എന്ത് പറഞ്ഞു? അർജുന, നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിരുന്നു, ഇനിയും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിന്റെ ഉള്ളിലുള്ള ഈ ഭൗതിക ശരീരം, പുറത്ത് കാണുന്ന ശരീരമല്ല നീ, അതിനുള്ളിൽ ശാശ്വതനായിട്ടുള്ള ഒരു ആത്മാവുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞത് അല്ലെ? അപ്പം അതിൽ നിന്നാണ് എന്താണ് മനസ്സിലാക്കുന്നത്? രണ്ട് വ്യക്തിത്വങ്ങൾ ഒരിക്കലും നമുക്ക് ഭഗവാനിൽ ലയിക്കാൻ പറ്റില്ല എന്നുള്ള മാരത്തെ ഒരു ശ്ലോകമാണ് ഇത് അല്ലേ? എന്താ വെച്ചാൽ അർജുനനും ഉണ്ടായിരുന്നു, ഇനിയും അർജുനൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഭഗവാനും ഉണ്ടാവും. അപ്പൊ അർജുനൻ എന്ന് പറയുന്നത് ആരാണ്? നരനാരായണനായി വന്നു കഴിഞ്ഞപ്പോ അതിൽ നരനായിട്ട് വന്നതാണ് അർജുനൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് രാധാദേവിയുടെ സഖിമാരിൽ വിശാഖ സഖിയായിട്ടാണ് അർജുനനെ പറയുക കേട്ടോ. അപ്പൊ എപ്പോഴും അർജുനൻ ഉണ്ടായിട്ടുണ്ട്, ഓരോ ലീലകളിലും ഉണ്ടായിട്ടുണ്ട് അർജുനൻ. അപ്പോ എന്താ പറഞ്ഞത്? പക്ഷെ എന്തുകൊണ്ടാണ് അർജുനനെ ഓർക്കാൻ സാധിക്കില്ല? ഇത് എന്താ കാരണം? കാരണം അർജുനന്റെ ശരീരം എന്ന് പറയുന്നത് സച്ചിദാനന്ദ ബ്രഹ്മ അല്ല, ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ശരീരമായതുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളെല്ലാം അർജുനൻ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് അർജുനന് പഴയ കാര്യങ്ങളൊന്നും ഓർക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനായതുകൊണ്ട് എല്ലാ ജന്മങ്ങളെ കുറിച്ചും ഓർക്കാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇനി എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ആത്മാവാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഭഗവത്ഗീത നമ്മളെ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന പാഠം എന്ന് പറയുന്നത്. ഇതാണ് 3 ലെവലിലാണ് ഭഗവത്ഗീതയിലെ കാര്യങ്ങൾ എപ്പോഴും പറയുക. ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം എന്നുള്ളത്. അല്ലെ ഗുഹ്യം അതായത് രഹസ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇത് പഠിക്കും നമ്മൾ ഏത് സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സയൻസ് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ശരീര അവയവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? നമ്മളുടെ ഉള്ളിലുള്ള ഹാർട്ടിനെ പറ്റിയിട്ട് പഠിക്കും, ഹൃദയത്തെ പറ്റി പഠിക്കും, കുടലിനെ പറ്റിയിട്ട് പഠിക്കും, അതുപോലെ കിഡ്നി വൃക്കകളെ കുറിച്ച് പഠിക്കും, ശ്വാസകോശങ്ങളെ കുറിച്ച് പഠിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ ആ ചൈതന്യം വരുന്നത്.
അത് എപ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, എപ്പോഴാണ് പോകുന്നത്, ഇതിനെക്കുറിച്ചൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല അല്ലെ. ആദ്യമായിട്ടാണ് അറിയാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഗുഹ്യമായിട്ടുള്ള അറിവ്, രഹസ്യമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ രഹസ്യമായിട്ടുള്ള അറിവ് എന്താണ്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ സ്ഥൂല സൂക്ഷ്മ ശരീരമല്ല, അതിനുള്ളില് ശാശ്വതനായിട്ടുള്ള ഒരു ജീവാത്മാവുണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. യം ഹീന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സൗമൃതത്വായ കൽപ്പതേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സമദുഃഖ സുഖം ധീരം എന്നാണ് പറയുന്നത്. അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? സുഖദുഃഖങ്ങളിൽ അസ്വസ്ഥനാകാൻ പാടില്ല. അതായത് നമ്മളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും വരും, പല സാഹചര്യങ്ങൾ വരും. ആ സമയത്തൊക്കെ നമ്മളുടെ ഉള്ളിൽ എന്താണ് വേണ്ടത്? ഇത് നമ്മൾ നേരിടേണ്ടതാണ്. അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളൊന്നും, അല്ലെ, സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ വരാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് അവസ്ഥ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ഒരു പ്രവർത്തിക്കും, നമ്മളുടെ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ, ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറാൻ പാടില്ല എന്നുള്ളതാണ് ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾ സന്യാസം സ്വീകരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പൊ ആ സന്യാസം സ്വീകരിക്കുന്ന ഒരാൾക്ക് വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്താണ്? നമ്മുടെ ഫാമിലി എല്ലാം ഉപേക്ഷിച്ചിട്ടായിരിക്കും അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും ദുഃഖിച്ചായോ, ഞാൻ ചെയ്ത് തെറ്റായോ ശരിയായോ, ആ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഞാൻ എന്റെ ശേഷിക്കുന്ന കാലം ഞാൻ പൂർണ്ണമായും ഭഗവാനെ സമർപ്പിച്ച് ജീവിക്കും എന്നുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഇടയിൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും. ഇപ്പോഴേ ഭക്തിയുടെ സേവനങ്ങളിൽ നമ്മൾ തുടങ്ങുകയാണ്. ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ ഇതുവരെ ജപിച്ചിട്ടില്ല, നമ്മൾ ഒരു റൗണ്ട് നമ്മൾ ചാണ്ടി ചെയ്യണം നമ്മൾ വിചാരിക്കുന്നു ഹരേ കൃഷ്ണ മന്ത്രം. അപ്പൊ ആ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നാളെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഒരു സമയത്ത് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭൗതിക കാര്യങ്ങളായിട്ട് വരും. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു നിശ്ചയ ബുദ്ധി നമ്മൾക്ക് വേണം. എന്തെന്ന്? തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ ഈ ഒരു 2 മണിക്കാണ് ഞാൻ ചെയ്യാനെന്ന് വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ അത് എനിക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ 3 മണിക്കെങ്കിലും ആ ഒരു പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഒരു 10 മിനിറ്റ് ഞാൻ അതിനു വേണ്ടി മാറ്റി വെക്കും എന്നുള്ളത്. അല്ലെങ്കിൽ ആ സമയത്താണ് ഞാൻ വിചാരിച്ചിരുന്നത്, ആ സമയത്ത് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്നുള്ള ലെവലിൽ നമ്മൾ പോകാൻ പാടില്ല. അപ്പൊ അതാണ് ആദ്യം രണ്ടിൽ സമനില കൈവിടാൻ പാടില്ല. ഇവിടെ സുഖം ദുഃഖം എന്ന് പറയുന്നത് സുഖം മാത്രം ദുഃഖം മാത്രം എന്നുള്ളതല്ല, നമ്മൾക്ക് വരുന്ന സാഹചര്യങ്ങളാണ്. നമ്മളൊരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് ഏതൊരു സാഹചര്യവും അതിന് തടസ്സമായിട്ട് വന്നു കഴിഞ്ഞാലും അതിനെ അതിജീവിച്ചുകൊണ്ട് അത് തുടരാനുള്ള ഒരു എന്താ പറയാ ദൃഢനിശ്ചയം നമ്മുടെ ഉള്ളിൽ വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനത്തെ ഒരാൾക്ക് തീർച്ചയായിട്ടും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അപ്പം അവർക്ക് എന്താണ് പറയുക, ഓവറായിട്ട് ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇതെനിക്ക് കിട്ടിയ സാഹചര്യമാണ്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ അതിനനുസരിച്ച് ഞാൻ റീഷെഡ്യൂൾ ചെയ്യുന്നു. പ്ലാൻ എ പ്ലാൻ ബി നമ്മൾ പറയില്ലേ സാധാരണ, പ്ലാൻ എ വർക്ക് ആയില്ലെങ്കിൽ പ്ലാൻ ബി നമ്മൾ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു നിശ്ചയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്ക് അർഹനാണ്. അതാണ് പറയുന്നത്, നിശ്ചയദാർഢ്യമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങൾ നമ്മൾക്ക് കിട്ടും. അപ്പൊ ഇന്ന് രാവിലെ എല്ലാ ദിവസവും ഞാൻ ബ്രഹ്മമുഹൂർത്തത്തില് എന്താണ് ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകളിലും അതാണ് കേട്ടത്. അപ്പൊ ഞാൻ ഇനി നാളെ തൊട്ട്, ഞാൻ ഇതുവരെ എഴുന്നേൽക്കാറില്ല, പക്ഷെ എന്നാലും ഓക്കെ, നാളെ തൊട്ട് ഞാൻ ഒരു 4 o'clock ഞാൻ എഴുന്നേൽക്കുന്നു. ഞാൻ എന്റെ ഒരു തവണയെങ്കിലും ഞാൻ ഹരകൃഷ്ണ ഒരു 10 മിനിറ്റ് ഞാൻ ഭഗവാന് വേണ്ടി മാറ്റി വെക്കുന്നു, നമ്മൾ തീരുമാനിക്കുന്നു. 4 മണിയാകുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒരു സ്നൂസ് മോഡ് ഉണ്ട് അല്ലെ നമ്മുടെ അലാമിലൊക്കെ. അത് കഴിയുമ്പോൾ ഒരു തവണ അടിക്കും, അത് കഴിയുമ്പോഴേക്കും നമുക്ക് മടിയാണ്, ഓക്കെ ഇനി അടുത്ത തവണ അടിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കാം. അത് കഴിഞ്ഞ് അടുത്ത തവണയും അടിക്കും. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു അരമണിക്കൂർ തള്ളിയാണ് നമ്മൾ എഴുന്നേൽക്കുക തന്നെ ചെയ്യുക എന്ന് ആലോചിച്ചോളൂ. അത്രയും മടിയാണ് വരിക. അതാണ് തമോ ഗുണമാണ് നമ്മൾ കാണുക എപ്പോഴും ഉള്ളത്. അപ്പൊ അതിന് പകരമായിട്ട് തീർച്ചയായിട്ടും ഒരു 10 മിനിറ്റേ വേണ്ടൂ. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങിയാലും കുഴപ്പമില്ല, ഞാൻ ഈ 10 മിനിറ്റ് ഞാനത് ചെയ്യും എന്നുള്ള ഒരു നിശ്ചയം. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോ തന്നെ നമ്മൾക്ക് എന്താണ് ഒരു എന്താ പറയാ, നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യമല്ല നമ്മൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ കൂടി അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതും എല്ലാവരുടെ ലൈഫുകളിലും ഇതൊക്കെ മാതിരിയൊക്കെ വരുന്നുണ്ട്. എന്റെ ലൈഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വേറെ ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എന്നുള്ള മാതിരി അതിനെ ഒരു സ്ലൈഡ്, അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ പൂജയ്ക്കൊക്കെ ചില ആൾക്കാരെങ്കിലും ഉണ്ടാവും, ഒരു വിഷ്ണു സഹസ്രനാമം അങ്ങനെ അർച്ചന വരെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും. എല്ലാവരും ചെയ്യുന്നു ഞാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം
ഇപ്പൊ ഇതൊരു ആത്മീയ ക്ലാസ് ആണ്, നമ്മൾ അതുകൊണ്ട് ഞാൻ അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വിഷ്ണു സഹസ്രനാമം നമ്മൾ രാവിലെ പൂജിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ നവരാത്രിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭം, അല്ലെങ്കിൽ ഇപ്പൊ ഇത് വരുന്നുണ്ട്, ജന്മാഷ്ടമി വരുന്നുണ്ട്, ഒരു ദിവസത്തിൽ നമ്മൾ തീരുമാനിച്ചു ഈ സമയത്ത് നമ്മൾ പൂജ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വന്നു കഴിഞ്ഞിട്ട് കോളിംഗ് ബെല്ല് 6 അടിക്കും. അപ്പൊ ആദ്യത്തെ തവണ നമ്മൾ വിചാരിക്കും ഓക്കെ ആര് വന്നാലും കുഴപ്പമില്ല, ഞാൻ എഴുന്നേൽക്കില്ല നമ്മൾ വിചാരിക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തവണ ഒരു കോളിംഗ് ബെല്ല് വരുമ്പോഴേക്കും നമുക്ക് തോന്നും അയ്യോ എന്താണോ വല്ല എമർജൻസി ഉണ്ടോ എന്ന് അറിയില്ല, നമ്മൾക്കൊന്ന് പോയി നോക്കണം എന്നുള്ള ഒരു ടെംപ്റ്റേഷൻ വരും. അപ്പം ഇതിനൊക്കെ നമ്മൾ എന്താ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി അവിടെ ഇരിക്കണം എന്നുള്ളതല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്നാൽ ചിലപ്പോൾ ഒരു ആവശ്യമുള്ള കാര്യമായിരിക്കാം, നമുക്കറിയില്ല, നമ്മുടെ ഭൗതിക ലോകവുമായിട്ടുള്ള ബാലൻസ് ചെയ്തിട്ട് പോകണല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും. ആ സമയത്ത് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഈ ഒരു സാഹചര്യം ഭഗവാനെ അങ്ങ് തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ളത്, അപ്പൊ കാരണം ഞാൻ എന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി നോക്കി എന്താണ് കാര്യം എന്നുള്ളത് അവസാനിപ്പിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാനോട് ക്ഷമ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അവിടെ നിന്ന് തുടങ്ങുക. കാരണം ആ സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിച്ചതല്ല, നമ്മൾക്ക് വന്ന സാഹചര്യമാണ്. അതിനെ അങ്ങനെ നമ്മൾ കാമായിട്ട് നേരിടാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. എക്സ്ക്യൂസ് മീ. അപ്പൊ ആ ഒരു മനോഭാവം നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുക്തിക്ക് അർഹനായി തീരും എന്നാണ് പറയാനുള്ളത്. നസതോ വിദ്യതേ ഭാവോ അഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോ തത്വദർശിഭിഹി. ഇല്ലാത്തതായ ഒന്നിന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല, സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഇല്ലാത്ത ഒന്നിന്, അതായത് നമ്മുടെ ഭൗതിക ശരീരത്തിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതിന് നിലനിൽപ്പില്ല, അത് ശാശ്വതമല്ല, അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അത് പഞ്ചഭൂത നിർമ്മിതമാണ്, അത് എന്തായാലും ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. സനാതനമായ ആത്മാവിനോ അതിന് നാശവും ഇല്ല. അപ്പൊ തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. അപ്പോൾ ശരിക്കും ഭഗവാനെ കുറിച്ച് അറിഞ്ഞ ആൾക്കാര്, വേദങ്ങൾ പഠിച്ച ആൾക്കാർക്ക് ഇത് നന്നായിട്ട് അറിയാം. എന്തെന്ന്, നമ്മുടെ ഈ ശരീരം മാത്രമാണ് നശിക്കുന്നുള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഈ ശരീരത്തിനെ വിട്ട് വേറൊരു ശരീരം സ്വീകരിക്കുന്നു എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ ഈ രണ്ടിന്റെ സ്വഭാവം അറിഞ്ഞ ശേഷമാണ് അവരെന്ത് പറയുന്നത്, ഈ വസ്തുത, അതായത് ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാം അശാശ്വതമാണ്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവറായിട്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നശിച്ചു പോകുന്ന ഒന്നിനെ കുറിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കും, നമ്മുടെ ശരീരത്തിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയോ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറില്ലേ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ, ആഭരണങ്ങളായാലും ശരി, വസ്ത്രങ്ങളായാലും ശരി, വില പിടിച്ച വസ്ത്രങ്ങൾ, നമ്മുടെ ലെവലിന് മാറുന്നതിനനുസരിച്ച് നമ്മുടെ വസ്ത്രങ്ങൾ വാങ്ങുന്ന രീതി മാറും. ഇപ്പൊ ആദ്യം നമ്മളൊരു 500 രൂപയുടെ ഡ്രസ്സിൽ തൃപ്തിപ്പെട്ട ഒരാള് നമ്മൾക്ക് കുറച്ചും കൂടി വസതി വരുമ്പോൾ, നമ്മൾക്ക് ഒരു ഇൻകം കൂടുതൽ വരുമ്പോൾ എന്താവും, അത് 2000 ആവും, പിന്നെ അത് 10,000 ആവും അല്ലെ. ലക്ഷക്കണക്കിന് രൂപ ഒരു സാരിക്കോ ഒരു ഡ്രസ്സിനോ വേണ്ടി ചെലവാക്കുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ, മീഡിയയിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ അത്രയും ഇതിനൊരു ഒരു മാരേജിന് വേണ്ടിയിട്ട് എത്രയോ കോടികൾ ചെലവഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറില്ലേ. പക്ഷെ എന്തിനു വേണ്ടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? 60 വയസ്സില് നശിച്ചു പോകാൻ പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്താ പറയുക, നശിച്ചു പോകുന്ന ഒരു സാധനത്തിന് കോടിക്കണക്കിന് രൂപകൾ കൊടുത്ത് മോടിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല. ആൻഡ് അതുപോലെ തന്നെ 20 വയസ്സിൽ ഞാൻ എനിക്ക് പാകമാവുന്ന ഒരു ഫിറ്റ് ആവുന്ന ഒരു ഡ്രസ്സ് വാങ്ങി, അത്രയും വില പിടിച്ച ഒരു ഡ്രസ്സ് വാങ്ങി നമ്മൾ വാർഡ്രോബിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 40 വയസ്സാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല അല്ലെ. ശരി, കാരണം നമ്മുടെ ശരീരത്തിന്റെ മാറ്റങ്ങൾ നമ്മൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. എത്ര ഫിറ്റാണ് നമ്മൾ, എത്ര യോഗ പോയി നമ്മളുടെ ബോഡി ഫിറ്റ് ആവാൻ നോക്കിക്കഴിഞ്ഞാലും ചേഞ്ചസ്, നമ്മുടെ സ്കിൻ ചേഞ്ചസ് നമ്മൾക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ. എത്ര എന്താ പറയാ ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും ആ മാറ്റം, അതായത് 20 വയസ്സുള്ള മാതിരി നമുക്ക് 40 വയസ്സിൽ ഇരിക്കാൻ പറ്റില്ല, 40 വയസ്സുള്ള മാതിരി നമുക്ക് 60 വയസ്സിൽ ഇരിക്കാൻ പറ്റില്ല, അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ മരണം എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് വരാം, അത് നമുക്ക് ഗ്യാരണ്ടി ഇല്ല എപ്പോഴാണ് വരണേന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, നിലനിൽപ്പില്ലാത്ത ഭൗതിക ശരീരത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഏതിനാണ് വില കൽപ്പിക്കേണ്ടത്, സനാതനമായതിന്, അത് ആത്മാവാണ്. ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസമാണിത്. സ്വാഭാവികമായി ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും ആത്മാവ് ശാശ്വതവും അത്രേ. ഒരു ശരീരത്തിന് നമ്മൾക്ക് 6 ചേഞ്ചസ് ആണ് പറയുക സാധാരണ. നമ്മൾ അമ്മയുടെ ആ ഒരു ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അല്ലെ, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ടോ വളരും, ഒരു വളർച്ചയുടെ കാലമുണ്ട്. ആ വളർച്ച കഴിഞ്ഞു കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരേ ലെവലിൽ ഇരിക്കും നമ്മുടെ ബോഡി, വണ്ണം വെക്കാം പക്ഷെ ഹൈറ്റ് അതൊന്നും കൂടില്ലല്ലോ, വളർച്ച നിൽക്കും അല്ലെ ഒരു പ്രായം കഴിഞ്ഞാല്. അപ്പൊ അത് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ നമ്മൾ നിലനിൽക്കുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കഴിവുണ്ട്, ഒരു അടുത്തൊരു ജനറേഷൻ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് ഉള്ള ഒരു സമയമുണ്ട്, ഒരു ഗൃഹസ്ഥാശ്രമത്തിന് ആ ലെവലിൽ വരുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വാർദ്ധക്യ മരണമാണ്. അപ്പൊ ഈ വാർദ്ധക്യത്തിന്റെ ലെവൽ വരയ്ക്കും നമ്മുടെ ശരീരത്തിന്റെ ആ ഇതിൽ നിന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്ന ഒരു ന്യൂ ബോൺ ബേബിയുടെ ലെവലിലാണോ നമ്മൾ വാർദ്ധക്യത്തിലുള്ളത്? അല്ല. അപ്പൊ ഈ ശരീരത്തിന് ഈ 6 മാറ്റങ്ങൾ
ഒരാൾക്കും എത്ര നമ്മള് ഫിനാൻഷ്യൽ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാലും, എത്ര സൗന്ദര്യമുള്ള ഒരു ബോഡി ആണെന്നുണ്ടെങ്കിലും, എത്ര ബുദ്ധിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും, ഏത് അവസ്ഥയിലുള്ള ഒരാളാണെങ്കിലും എന്താണ്, ഈ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ആത്മാവ് ജനിച്ചപ്പോൾ മുതൽ ആത്മാവ് അതേമാതിരി തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മാവിന് മാറ്റങ്ങളില്ല. ഇപ്പൊ നമ്മൾ ശരീരത്തിന് മാത്രമാണ്, ശരീരത്തിലെ ഓരോ കോശങ്ങളും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ശരീരമാണ്. അതിൽ നമ്മുടെ കോശങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സെൽസ് എന്ന് പറയുന്നത് ശരീരത്തിലെ, അതെല്ലാവരും നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സെൽസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനെ ശരിക്കും പറയും നിത്യപ്രളയം എന്നാണ് പറയുക. നിത്യപ്രളയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പ്രളയം എന്ന് പറഞ്ഞ മരണം എന്നുള്ളതാണ് നമ്മുടെ പുരാണങ്ങളിലെ സങ്കല്പം. പ്രളയത്തെ എല്ലാം അവസാനം എന്ന് പറയുന്നത് പ്രളയമാണല്ലോ. മഹാപ്രളയത്തിലാണ് എല്ലാം അവസാനിപ്പിക്കുന്നത്, ബ്രഹ്മാവിന്റെ ആ ഒരു കാലയളവ് കഴിയുമ്പോൾ. അപ്പൊ നമ്മളുടെ ഈ ബോഡി ഓരോ നിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതിന് നിത്യപ്രളയം എന്ന് പറയും. നമ്മള് നിത്യമായിട്ടത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്. അജ്ഞാനത്തിന് അടിമപ്പെട്ട പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ്. പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധം ഉദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? അജ്ഞാനത്തിന് അടിമപ്പെട്ട പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഉപദേശം. ഇപ്പൊ ഭഗവാൻ ഇവിടെ ഭഗവത്ഗീത പറയാൻ തുടങ്ങുകയാണ് എന്നാണ് പറയുന്നത്. പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം. പൂജകൻ എന്ന് പറയുന്നത് ആരാണ്? പൂജ്യൻ ആരാണ്? ആരെയാണോ നമ്മൾ പൂജിക്കേണ്ടത് അവനാണ് പൂജ്യൻ, അതാണ് ഭഗവാൻ. അപ്പൊ ഭഗവാനും ഒരു ജീവാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്? ശാശ്വത ബന്ധം എന്താണ്? അതിനെങ്ങനെ പുനഃസ്ഥാപിക്കാം? വീണ്ടും ആ ബന്ധം എങ്ങനെ സ്ഥാപിക്കാം? അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പരമപുരുഷനും ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും അംശമാണ്, പക്ഷെ ഭഗവാന്റെ ക്വാളിറ്റിയിലാണ്, ഒരു ഗുണത്തിലും നമ്മൾ ഒരേമാതിരിയാണ്. ഒരു സമുദ്രത്തുള്ളിയും ഒരു എന്താണ് സമുദ്രവും മാതിരിയാണ്. ഭഗവാൻ എന്ന് പറയുന്ന സമുദ്രമാണ്. അതിലത്തെ ഓരോ തുള്ളി എടുത്തു കഴിഞ്ഞാലും ആ ഉപ്പുരസവും എല്ലാ ഗുണങ്ങളും ഉണ്ടാവും അല്ലെ ആ സമുദ്രത്തിന്റെ. പക്ഷെ അതുകൊണ്ട് ഒരു സമുദ്രത്തിൽ തുള്ളി എടുത്തുകൊണ്ട് ഞാൻ സമുദ്രമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മളും ജീവാത്മാക്കളും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം. ആ ബന്ധം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അജ്ഞത ഉണ്ടാവില്ല. കാരണം എന്താണ്? നമ്മളാണ് ഇതുവരെ നമ്മൾ വിചാരിച്ചത് എന്താണ്? എന്റെ ഇഷ്ടത്തിനെല്ലാം നടക്കുന്നു, ഞാൻ എന്താഗ്രഹിക്കുന്നു അത് എന്തായാലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മളുടെ ആ ബന്ധം മനസ്സിലാവുമ്പോൾ ഭഗവാനാണ് എല്ലാം സൃഷ്ടിച്ചത്, എല്ലാം ഭഗവാനാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത് എന്നുള്ള ആ അറിവ് നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മളുടെ ഉള്ളില് അറിയാതെ തന്നെ നമ്മൾ പൊളൈറ്റ് ആവുന്നു. കാരണം എന്റേതായിട്ട് ഒന്നുമില്ല ഇവിടെ, ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് കൊണ്ടുപോകാനും ഒന്നുമില്ല. അവിടെ എല്ലാം ഭഗവാൻ തരുന്നു ഞാൻ ഉപയോഗിക്കുന്നു, ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതറിയുമ്പോൾ നമ്മൾ എന്താ ശ്രമിക്കുക? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കും അല്ലെ. നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരു ശ്രമം നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും. അവിനാശിതു തദ്യുദ്ധീയേന സർവമിതം തദം വിനാശവ്യ കശ്ചിത് കർത്തുമർഹതി. ശരീരത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന ആ സത്തയ്ക്ക് നാശമില്ലെന്ന് നീ അറിയുക. ആ അനശ്വരനായ ആത്മാവിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പൊ ശരീരത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന സത്ത, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ഇത് എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരാത്മാവിന്റെ വലിപ്പം എന്താണ്? ഒരു തലമുടി നാരിഴയുടെ 1/10,000 ഒരു അംശമാണ് ഈ ജീവാത്മാവിന്റെ വലിപ്പം നമ്മൾക്ക് പറയുന്നത്. അപ്പൊ പക്ഷേ ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഫുൾ കോൺഷ്യസ്നെസ് ഉണ്ട് അല്ലെ. നമ്മൾ ഏത് ഭാഗത്ത് നമ്മൾക്ക് ഒന്നൊരു സൂചി കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന അറിയുന്നുണ്ട്. അപ്പോൾ ഏതിനാണ് ശരിക്കും വേദന അറിയുന്നത്? ശരീരത്തിനാണോ? അല്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ആത്മാവ് പോയി കഴിഞ്ഞിട്ടുള്ള ജഡവസ്തുവായിട്ടുള്ള ശരീരത്തിന് എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവണം. അതിനെന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ? അതിന് തീ കത്തിക്കുമ്പോൾ എന്തെങ്കിലും റിയാക്ഷൻ വരുന്നുണ്ടോ? അത് കരയുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ആ ശരീരത്തിനല്ല നമ്മൾക്ക് ആ വേദന അനുഭവപ്പെടുന്നത്, അത് നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യസ്നെസ് ആണ്, ആ ചൈതന്യമാണ്. അപ്പൊ ആ ചൈതന്യം, അപ്പൊ ഈ എന്താണ് ഒരു തലമുടി നാരിഴയുടെ ഒരു 1/10,000 ഒരു അംശമുള്ള ആ ആത്മാവ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ എന്താ നടക്കുന്നത്? പൂർണ്ണമായും നമ്മൾക്ക് ആ ഒരു കോൺഷ്യസ്നസ് വരെയാണ്. ഓരോ കോശങ്ങളും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും ചൈതന്യമുള്ളതായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. എത്ര മിറക്കിളാണെന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ, ശരിക്കും പറഞ്ഞാല്. അപ്പൊ ശരിക്കും ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ ഈ ജീവാത്മാവ് ഉള്ളിൽ വരുന്നുണ്ട്.
അതായത് ആ സീഡോട് കൂടി, അതായത് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഒരു ഇതായിട്ടാണല്ലോ വരുന്നത്, അണ്ടവും ബീജവും തമ്മിലുള്ള ഒരു ഇതാണ് അല്ലെ, സംയോഗമാണ് അല്ലെ. അപ്പൊ അതിൽ വരുമ്പോൾ അതോടൊപ്പം നമ്മുടെ ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് ആക്റ്റീവ് ആയിരുന്നത് 7-ാം മാസത്തിലൂടെ ആവുമ്പോഴാണെന്നാണ് പറയുന്നത്. ശരിക്കും അമ്മയുടെ ഗർഭത്തിലിരുന്ന് അതുവരയ്ക്കും അത് എന്താ പറയാ, ഉറങ്ങുന്ന അവസ്ഥയാണ്. 3 അവസ്ഥയാണുള്ളത്. ശരിക്കും ജാഗ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ. അത് ഈ പകലിപ്പം നമ്മൾ ഇരിക്കുന്നതെല്ലാം ജാഗ്രതയിലാണ്, എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മൾ അലേർട്ടാണ്. ആ അവസ്ഥയാണ് ജാഗ്രതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്താണ്, നമ്മൾ പൂർണ്ണമായും ഉറങ്ങുക എന്ന് പറയുന്നത്, ഒരു സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത ഒരവസ്ഥ. അതാണ് എന്താണ് സുഷുപ്തി, മറ്റ് ഇതെന്ന് പറയുന്നത്, ഉറങ്ങുന്നത് എന്ന് പറയുന്നത്. അടുത്തതാണ് സുഷുപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് നമുക്ക് അല്ലെ അതിന്റെ ഇടയിൽ. കാരണം അത് അബോധ മനസ്സ് അപ്പോഴും ആക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്, എന്നാൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥ 3 അവസ്ഥകളാണ്. അപ്പൊ ഏറ്റവും ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഈ 7 മാസം വരെയുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഉറങ്ങുന്ന അവസ്ഥയാണ്, ഒന്നും അറിയാത്ത അവസ്ഥയാണ്. 7-ാം മാസം ആകുമ്പോഴാണ് ഈ ആത്മാവ് ആക്റ്റീവ് ആകുമ്പോഴാണ് സുഷുപ്തി എന്നുള്ള ലെവലിൽ വരും. ആ സ്വപ്നം കാണുന്ന അവസ്ഥ, പൂർണ്ണമായിട്ടും ഒന്നും അറിയില്ല എന്നുള്ള അവസ്ഥ. അത് കഴിഞ്ഞ് ജനിക്കുന്നത് എന്ന് പറയുമ്പോൾ ജാഗ്രതയിലാണ് അല്ലെ, പൂർണ്ണമായും ഉണർന്ന അവസ്ഥയിലാണ്, കരച്ചിലോട് കൂടിയിട്ടല്ലേ ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ആ അവസ്ഥ, അപ്പൊ ആ സത്തം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് ഈ 3 അവസ്ഥകൾ നമ്മൾക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു അനശ്വരനായിട്ടുള്ള ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. പക്ഷെ അത് ശരീരം മുഴുവൻ നമ്മൾ വ്യാപിച്ചിരിക്കുന്നു. അത് നമ്മൾ എങ്ങനെയാ അറിയുന്നത്, നമ്മളുടെ ആ ഫീലിംഗ് ആണ് അല്ലെ നമ്മൾക്ക് അറിയുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് അതിനെ കാണാനോ നശിപ്പിക്കാനോ പിന്നെ എത്ര മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് കാണാൻ സാധിക്കാത്തതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത്. ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ തെളിവാണ് ദേഹത്തിൽ കുടികൊള്ളുന്ന വ്യക്തിപരമായ അവബോധം. അതാണ്, എനിക്ക് സന്തോഷം വരുന്നു, സങ്കടം വരുന്നു, എല്ലാം എന്താണ്, ആത്മാവുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് അത് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. മുടിയുടെ തുമ്പിന്റെ 10,000-ൽ ഒരംശം മാത്രം വലുപ്പമുള്ള കണക്കറ്റ ജീവാത്മ കണങ്ങളുണ്ട്. ഭൗതിക കണങ്ങളെക്കാൾ ചെറുതായ ജീവാത്മാവ് ആത്മീയ കണമാണ്, അവ നിരവധി ഉണ്ട് താനും. ഇതാണ് പറയുന്നത്, കണ്ടോ, ഒരു ആത്മീയ കണമാണ് എന്നാണ് പറയുന്നത്. അതിന്റെ വലുപ്പം അത്രയേ ഉള്ളൂ. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീരിണക അവൻ അനാശിനോ അപ്രമേയസ്യ തസ്മാദുത്യസ്വ ഭാരത. ഈ ഭൗതിക ദേഹത്തിന് നാശമുള്ളൂ, ഇതിൽ വാഴുന്ന ജീവാത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന നീ ദുഃഖം ചെയ്യുക. അപ്പൊ ഇപ്പൊ എന്ത് പറഞ്ഞു ഭഗവാൻ, ഈ ഭൗതിക ശരീരത്തിനാണ് നാശമുള്ളൂ, അതിനുള്ളിലുള്ള ആ ജീവാത്മാവ് ശാശ്വതനാണ്, അത് ഒരു ശരീരം വിട്ട് വേറെ ശരീരം പോവുകയുള്ളൂ. അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യുമ്പോൾ നീ എന്താണ്, അവരുടെ ആത്മാക്കൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല, അവരെ പുറത്തുള്ള ശരീരം മാത്രമാണ് നശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് ഭൗതിക ദേഹത്തെയും നിലനിർത്തി പോരുന്നു. അതാണ്, സൂര്യപ്രകാശം ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ ഉണ്ടാവുക, എപ്പോഴും രാത്രിയായിരിക്കും. അത് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ തോന്നാം, അങ്ങനെയല്ല. കാരണം എന്താണെങ്കിൽ നമ്മുടെ ഓരോന്നും, നമ്മളുടെ ആത്മചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ഡെഡ് ബോഡീസ് മുഴുവൻ ഇവിടെ നിറഞ്ഞു കിടക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ നിമിഷത്തിലും എത്രയോ പേര് മരിക്കുന്നുണ്ട് അല്ലെ. എത്രയോ വിസർജ്യ വസ്തുക്കൾ ഈ ഭൂമിയിൽ വരുന്നുണ്ട്, ഉറപ്പല്ലേ. അപ്പൊ അത് മുഴുവൻ അങ്ങനെ അഴുകി കൂടി കിടന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താ അവസ്ഥ എന്നുള്ളത്. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ നമ്മൾക്ക് നിൽക്കാൻ പറ്റില്ല അല്ലെ, അത്രയും ദുർഗന്ധമായിരിക്കും. അതുപോലെ ആ സൂര്യപ്രകാശം റെഗുലർ ആയിട്ട് വരുന്നത് കൊണ്ടാണ് എല്ലാത്തിനെയും അത് എന്ത് ചെയ്യുന്ന, ഒരു ആന്റിബയോട്ടിക് മാറി, ഒരു ആന്റിസെപ്റ്റിക് മാറി അതിനെ എല്ലാം എന്താക്കി മാറ്റുന്നു, അതിന്റെ ഭൗതിക ഘടകങ്ങളായിട്ട് എന്താ പറയാ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഘടകങ്ങളൊക്കെ മറിയുടെ ഭൂമിയിലേക്ക് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൂര്യപ്രകാശം എന്ന് പറയുന്നത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഡെഡ് ബോഡി കുറച്ച് നാൾ കിടന്നു കഴിഞ്ഞാൽ, ഒരു എലി ചത്ത് കിടക്കണതോ പൂച്ചയോ ഏതെങ്കിലും ഒരു ജീവികളാവട്ടെ ചത്ത് കിടക്കുന്നത്, ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും അവിടെ ക്ലീൻ ആയി കഴിഞ്ഞിട്ടുണ്ടാവും, അത് മണ്ണിലേക്ക് അടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടാവും, അവിടെ സ്മെല്ലും ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ്, സൂര്യപ്രകാശം കൊണ്ടാണ്. അപ്പൊ സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് അതുപോലെ തന്നെയാണ്. ഈ ആത്മാവിന്റെ തേജസ് നമ്മുടെ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഒരു ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്, ഒരു ഡെഡ് ബോഡി ആയി. ആ ഡെഡ് ബോഡി അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്താണ്, അടുത്ത ദിവസം ആകുമ്പോഴേക്കും എന്താ വരിക, അതിലെന്താ പറയും, എറുമ്പ് വരാൻ തുടങ്ങും, എല്ലാ ഇത് വന്നു കഴിയും, അത് ചീഞ്ഞ് ആ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും അല്ലെ. അത്രയും ദുർഗന്ധമായിരിക്കും അവിടെ ഉള്ളത്. നമ്മൾ ഐസിലുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഐസ് പെട്ടിയിൽ വെക്കുന്നതല്ലോ നമ്മൾ ഒരു ദേഹത്തിന് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞത്. ഈവൻ ഒരു ദിവസം ആണെങ്കിലും കൂടി നമ്മൾ ഐസ് പെട്ടിയിൽ വെച്ചില്ലെങ്കിൽ എന്താവും, സ്മെല്ല് വരാൻ തുടങ്ങും അദ്ദേഹത്തിന്. അപ്പൊ ഈ പക്ഷെ ഈ ആത്മാവിന്റെ തേജസ് ഉള്ളിടത്തോളം കാലം അതിന്റെ ഉള്ളിലുള്ള ഈ ശരീരം എന്ന് പറയുന്നത്, അല്ല അതിന്റെ പുറത്തുള്ള ഈ ശരീരം എന്ന് പറയുന്നത് ഒന്നും സംഭവിക്കുന്നില്ല, സ്മെല്ല് വരുന്നില്ല, യാതൊന്നും നമ്മൾ അറിയുന്നില്ല അല്ലെ. അപ്പൊ ആ ഒരു എന്താണ് പറയാ, ഇത്രയും ചെറിയ ഒരു ആത്മീയ ഗണത്തിന്റെ പവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ വിജാനീതോ നായം ഹന്തിന ഹന്യതേ.
ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുവാൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ചെയ്യുകയില്ല. അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ ജീവാത്മാവിന് മരണമില്ല, അതുകൊണ്ട് ആത്മാവിനെ കൊല്ലാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ ശരീരം നശിച്ചു കഴിഞ്ഞാലും ആത്മാവ് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മള് അതിന് പാപം ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് എന്താണ്, എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ജീവിയെ വേണമെങ്കിൽ കൊന്നുകൂടെ? ആരെ വേണമെങ്കിൽ കൊല്ലാം അല്ലേ? കാരണം അവർ ആത്മാവ് ജീവനോട് കൂടി ഇരിക്കണല്ലോ. അതല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതിന് ധർമ്മവും നീതിക്ക് അനുസരിച്ച് നമ്മള് ഒരാളുടെ ഇത് കൊല്ലുന്നത് നശിപ്പിക്കുന്നത് കൊണ്ട് വിരോധമില്ല, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് എന്നാണ് ഇവിടെ പറയുന്നത്. ജീവൻ കൊല്ലപ്പെടുന്നില്ല എന്ന ധാരണ ജന്തുഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആധികാരികമല്ലാത്ത നിലയിൽ ഏത് ജീവിയെ ഹിംസിക്കുന്നതും നികൃഷ്ടമാണ്. ഭഗവത് നീതി അനുസരിച്ചും രാഷ്ട്രീയ നീതി അനുസരിച്ചും ശിക്ഷാർഹമാണ്. അപ്പൊ എന്താ പറയുന്നത്? ഭഗവാന്റെ നീതി അനുസരിച്ച്. പക്ഷെ എല്ലാവർക്കും ജീവിക്കാനുള്ള, നമ്മള് കൊല്ലപ്പെടുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾക്ക് ജീവനുണ്ട്. എന്നെ ആരെങ്കിലും കൊല്ലാൻ വരുന്ന പറഞ്ഞ് നമ്മൾ മാക്സിമം അതിനെ എതിർക്കാൻ ശ്രമിക്കും. ഇവൻ സ്വന്തം മക്കളാണെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാലും നമ്മളുടെ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ നശിപ്പിക്കാനാണ് നോക്കുക, അല്ലെ? ഇത് പ്രകൃതി തത്വമാണ്. അപ്പോൾ അങ്ങനെ, അതായത് നമ്മൾക്ക് മറ്റൊരാളുടെ ജീവനെ അവസാനിപ്പിക്കാനുള്ള അധികാരം ഭഗവാൻ തന്നിട്ടില്ല. പക്ഷെ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ഇപ്പൊ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരാൾ വന്നിട്ട് നമ്മളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെ ഒപ്പോസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളുടെ മനുസംഹിതയും അത് തന്നെയാണ് പറയുന്നത്. ജന്തു ഹിംസ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്, എന്നാ പിന്നെ അപ്പൊ എന്തുകൊണ്ടാണ് വധശിക്ഷയൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിക്കാം, അല്ലെ? ഒരാളെ കൊന്നു, ശരിക്കും അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊല്ലുമ്പോൾ അയാൾക്ക് വധശിക്ഷ നമ്മൾ കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു, നശിപ്പിച്ചു, കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് അയാള് ജീവിച്ചിരിക്കേണ്ട ഒരു അർഹതയില്ലാത്ത ഒരാളാണ്, അയാളുടെ ജീവിതം നമ്മൾ അവസാനിപ്പിക്കണം, നമുക്ക് തോന്നാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇൻസ്റ്റിങ്ക്ട് എന്ന് പറയുന്നത് ഭഗവാൻ തരുന്ന ഒരു ഇൻസ്റ്റിങ്ക്ട് ആണ്. അവർ ചീത്ത കാര്യമാണ് ചെയ്തത്, ഒരിക്കലും അയാൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാണേണ്ടത്? എന്തുകൊണ്ടാണ് വധശിക്ഷ നമ്മളുടെ എന്താണ് ശിക്ഷാവിധികളിൽ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ജന്മത്തില് ഒരാളെ കൊന്ന അയാൾക്ക് വധശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അയാൾ അത് അനുഭവിക്കും. അടുത്ത ജന്മത്തിൽ അയാൾ അത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ജന്മത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ശിക്ഷ അയാൾക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. അതാണ് നീതി, അതാണ് മനുസംഹിത പറയുന്നത്. അപ്പം എന്താണ് അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും മറ്റു ജീവജാലങ്ങളെ കൊല്ലാനുള്ള അധികാരം തന്നിട്ടില്ല. അത് നമ്മൾ ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ മറ്റു ജീവികളെ കൊന്നുകൊണ്ടുള്ള ഒരു ഭക്ഷണം നമ്മൾ ഒരിക്കലും നമ്മളുടെ ഇതിൽ കൊണ്ടുവരാൻ പാടില്ല. അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം, നിവർത്തിയില്ലെങ്കിൽ മാത്രം എന്നുള്ള ലെവലില് പറയുന്നത്. എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപരിച്ചിരിക്കുന്നത്, തന്റെ ഇഷ്ടപ്രകാരമല്ല. അപ്പൊ ഒരു ക്ഷത്രിയന്റെ ധർമ്മമാണ്, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. കാരണം മറ്റുള്ളവർ ഓപ്പോസിറ്റ് ആൾക്കാരെ അക്രമികളാണ്, അവരെ നശിപ്പിക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് അർജുന യുദ്ധത്തിന് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പാപത്തിന് വരില്ല അർജുനൻ എന്നാണ് പറയുന്നത്. നജായതേ മ്രിയതേ വാ കഥാചിന്നായം ഭൂത്വാ ഭവിതാമാനഭൂയഃ അജോ നിത്യം ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ആത്മാവിന് ഒരിക്കലും ജനന മരണങ്ങളില്ല, അത് ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല, ഭാവിയിൽ ഉണ്ടാവുകയുമില്ല. അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണത്. ശരീരം നശിക്കുമ്പോൾ അതിന് മരണമില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ആത്മാവിന് ജനന മരണങ്ങളില്ല, എപ്പോഴും ശാശ്വതനായിരുന്നു, ഭഗവാന്റെ പോലെ തന്നെ സച്ചിദാനന്ദമാണ്. അതുപോലെ ഈ ഭാവിയിലും അതുപോലെ തന്നെയാണ് ഉണ്ടാവുക. പുനർജന്മങ്ങൾ ഉണ്ടാവും. അതെന്താണ്? ഈ ആത്മാവ് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അജന നിത്യനും ശാശ്വതനും പ്രാചീനനുമാണ്. കിഴവൻ എന്ന് കരുതപ്പെടുന്ന ഒരാൾക്ക് തനിക്ക് ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായിരുന്ന അതേ ആവേശം ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കില്ല. പരമാത്മാവും അണുമാത്രനുമായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ ജീവസത്തയുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നു. അപ്പൊ കിഴവനായിട്ട് ഒരു വയസ്സായിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ദേഹത്തിന് ആരോഗ്യം ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കൂ. എപ്പോഴും അയാൾക്ക് ചെറുപ്പമാണെങ്കിൽ എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അയാൾക്ക് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് വരുന്നത്? ശരീരത്തിന്റെ രൂപം അത്രയും മാറ്റം വന്നു കഴിഞ്ഞു, പക്ഷെ അതിലുള്ള ആത്മാവ് സ്ഥിരമായി നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശരീരത്തിനുള്ള മാറ്റങ്ങൾ ശരിക്കും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ പരമാത്മാവും അണുമാത്രമായ ജീവാത്മാവും ശരീരമാകുന്ന ഒരേ വൃക്ഷത്തിൽ. അപ്പൊ ഹൃദയാന്തർഭാഗത്താണ് പരമാത്മാവും ജീവാത്മാവും ഉള്ളത്. ഇത് രണ്ട് പക്ഷികളായിട്ടാണ് സാധാരണ പറയുക. ജീവാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളും ആസ്വദിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ജീവാത്മാവിൽ ഉണ്ടാവുക. എന്തുകൊണ്ട്? ഈ 3 പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീനമുള്ളത് കൊണ്ട്. അപ്പൊ അത് എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുക? അതിന്റെ ഫലങ്ങൾ കൊത്തി തിന്നുകൊണ്ടിരിക്കും. അത് നല്ലതാവാം, ചീത്തയാവാം. ഇപ്പൊ ഒരു ഫലം നമ്മൾ കഴിക്കുമ്പോൾ, ഒരു കിളി പോയിട്ട് കഴിക്കുമ്പോൾ അത് പോയിസൺ എടുത്തുമാവാം, അല്ലെ? നമ്മൾ അതിന്റെ ശരീരത്തെ ദോഷം വരുന്നതാവാം, പക്ഷെ അതിനെ അറിയുന്നില്ല, കഴിക്കുകയാണ്. പക്ഷെ ഇപ്പുറത്തുള്ള കിളിക്ക് എല്ലാം അറിയാം.
പരമാത്മാവായിട്ട് ഇപ്പുറത്ത് സാക്ഷിയായിട്ടിരിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാല് ആ പക്ഷി ഗൈഡ് ചെയ്യും എന്തെന്ന്, അത് വേണ്ട, തിരിഞ്ഞു പോന്നോളൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കണം, എന്നാലാണ് ആ പക്ഷി അത് പറയാൻ സാധിക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഉള്ളില് ഭഗവാൻ പരമാത്മാവായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ഒരിക്കലും ആ ഭഗവാന്റെ വാക്കുകൾ എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വഴുതി പോയിക്കൊണ്ടിരിക്കുന്നത്. വേദാവിനാശിനം നിത്യം യയേനാമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഹന്തികം. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അതിന് പരിണാമമില്ലാത്തവനുമാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അപ്പൊ ആത്മാവ് നശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ശരി, അപ്പോ ഈ ആത്മാവ്, എല്ലാവരുടെയും ആത്മാവ് ശാശ്വതനാണ്. മുമ്പിലുള്ള ഒരാള് നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, കാരണം അത്രയും വെറുപ്പം നമ്മൾക്ക് വരുന്ന മാതിരിയുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കൂടി അത് ശരീരമാണ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ, ആ അയാളുടെ ഉള്ളിലുള്ള ആത്മാവിന് അതുമായിട്ടൊരു ബന്ധമില്ല എന്ന് അറിയുമ്പോൾ, ആ പുറത്തെ ശരീരം നശിപ്പിച്ചിട്ട് എന്താ നമ്മൾക്ക് കിട്ടാൻ പോണേ? അതിന്റെ ഉള്ളിലത്തെ ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ ചെയ്തിട്ട് എന്താ ഗുണമുള്ളത്? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ആ ശരീരത്തിനെ നശിപ്പിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ആ രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ ഒരാൾക്ക് കഴിയോ? അത് എത്ര ഫോളിഷ്നെസ് ആണെന്ന് മനസ്സിലാവില്ലേ ശരിക്കും പറഞ്ഞാല്. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ഒരാൾ സൈക്കിൾ റിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സൈക്കിൾ റിക്ഷയാണ് ഓടിക്കുന്നത്. അയാൾ ഒരു സൈക്കിൾ അപ്പൊ ചവിട്ടി അങ്ങനെ ഓടിക്കുകയാണ് അയാള്. അപ്പൊ അയാൾ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ സൈക്കിൾ റിക്ഷയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വിചാരിക്കും. അയാൾ വിചാരിക്കുകയാണ് ഞാനാണ് ഈ സൈക്കിൾ റിക്ഷ എന്നുള്ളതാണ് അയാളുടെ വിചാരം. അത് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ഒരു ബെൻസ് കാറാണ് പിന്നിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബെൻസ് കാർ ഓടിക്കുന്ന ആൾ എന്താ വിചാരിക്കുന്നത്, ഞാനാണ് ഈ ബെൻസ് കാർ. എന്നിട്ട് മുമ്പിലത്തെ ആളെ നോക്കിയിട്ട് പറയും, അയ്യേ അയാളെ നോക്ക, അയാളുടെ ഒക്കെ ഒരു അവസ്ഥ, ഞാനൊക്കെ ഏത് ലെവലായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഹങ്കരിക്കുകയാണ്. പക്ഷെ ആക്ച്വലി വന്നു കഴിഞ്ഞിട്ട് ഇയാൾ ബെൻസ് കാറാണോ? അല്ല, അതിന്റെ ഉള്ളിലിരിക്കുന്ന വ്യക്തി മാത്രമാണ്. അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന ആൾ സൈക്കിൾ റിക്ഷയല്ല, അതിനുള്ളിലേക്ക് അത് ഓടിക്കുന്ന ഒരാള് മാത്രമാണ്, അല്ലേ? പക്ഷെ അപ്പൊ ആ രണ്ട് ജീവാത്മാക്കളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പുറത്തുള്ള ആ ഉപകരണം മാത്രമാണ്. ആ ഉപകരണത്തിന് ബെൻസ് കാറിൽ നിന്ന് അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സൈക്കിൾ റിക്ഷയിൽ നിന്ന് മറ്റാൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ തമ്മിലുള്ള വ്യത്യാസം ഉള്ളത്? ഒരു വ്യത്യാസവും ഇല്ല, അല്ലേ? ശരിക്കും പറഞ്ഞാല് നമ്മളുടേതല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ റെന്റിന് എടുത്ത ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ബെൻസ് കാറിനുമായിട്ട് ഒരു ഉടമസ്ഥതയില്ല. നമ്മൾ വാടകയ്ക്ക് എടുത്ത കാറാണത്. ആ ഒരു ലെവലിൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ എല്ലാവരെയും നമ്മൾക്ക് ഒരുമാതിരി ഒരേ മാതിരി കാണാനായിട്ട് സാധിക്കും. അപ്പൊ കൊലയും കൊള്ളവെപ്പും ഒന്നും ഉണ്ടാവില്ല. സമാധാനപ്രിയനായ ജഡ്ജി ഒരു ഘാതകനെ മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. നീതിശാസ്ത്ര അനുസൃതമാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കുവാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടും പാപത്തിന്റെ ഫലം അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ ഇട വരാത്ത വിധം മരണശിക്ഷയ്ക്ക് വിധിക്കണം. അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞൂലേ, ഒരാള് മരണശിക്ഷ ഈ ജന്മത്തില് ഒരാളെ കൊല്ലുകയാണെങ്കിൽ അയാൾക്ക് ആ സമയത്ത് തന്നെ മരണശിക്ഷ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തില് അത് ഭഗവാനായിട്ട് കൊടുക്കും. അയാളുടെ ജന്മം അത്രയും കൊടൂരമായിരിക്കും. എന്നാൽ ഈ ജന്മത്തിൽ തന്നെ മരണശിക്ഷയ്ക്ക് അയാൾ വിധിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ശിക്ഷ അയാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമില്ലാണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നീതിശാസ്ത്രം അനുസരിച്ച് ഒരു ജഡ്ജ് ഒരാളെ കൊലയ്ക്ക് വിധിക്കുന്നത് ഒരിക്കലും പാപമല്ല, അത് അയാളുടെ ഡ്യൂട്ടി മാത്രമാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണ അന്യാനി സംയാതി നവാനി ദേഹി. പഴകിയ ഉടുപ്പുകൾ മാറ്റി പുതിയവ എടുത്തണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതു ദേഹങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, നമ്മൾക്ക് ഒരു ഡ്രസ്സ് പഴതായി കഴിഞ്ഞാൽ നമ്മൾ വലിച്ചു വീശുമ്പോൾ നമ്മൾ ദുഃഖിക്കാറില്ല, അല്ലെ? അതുപോലെ തന്നെയാണ് ഈ ശരീരം പഴകി ഉപയോഗശൂന്യമാകുമ്പോഴാണ് ആ ആത്മാവ് വന്നു കഴിഞ്ഞിട്ട് അടുത്ത ശരീരത്തിനെ സ്വീകരിക്കുന്നത്. അണുമാത്രനായ ജീവാത്മാവിന് മറ്റു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭീഷ്ടം നിറവേറ്റി കൊടുക്കുന്നത് പോലെ പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ഇപ്പൊ എന്താ പറയുന്നത്, പരമാത്മാവാണ് നമ്മുടെ സുഹൃത്ത്, നിരന്തരമായിട്ട് നമ്മുടെ സുഹൃത്ത്, അല്ലെ? അപ്പൊ ഒരു സുഹൃത്ത് വന്നിട്ട് അടുത്ത സുഹൃത്തിന് അവരിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കും, അല്ലെ? അതുപോലെ പരമാത്മാവ് എന്താ ചെയ്യുന്നത്, നമ്മളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ മുഴുവൻ അറിയുന്നത് ചുറ്റുള്ള ആൾക്കാർക്കല്ല. എന്റെ ആഗ്രഹം എനിക്കാണ് അറിയുക, പക്ഷെ എനിക്ക് മാത്രമല്ല അറിയുന്നത്, വേറെ ആർക്കറിയാം? പരമാത്മാവിനറിയാം. കാരണം നമ്മുടെ ഉള്ളിൽ സാക്ഷിയായിട്ട് നമ്മളുടെ ഒപ്പം ഓരോ ചിന്തയും അറിയുന്നത് ആർക്കാണ്? പരമാത്മാവിനാണ്. അപ്പോ ആ ഒരു ശരീരത്തിലുള്ള ഒരാളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഒരു ശരീരം അടുത്ത ജന്മത്തില് കൊടുക്കും പരമാത്മാവ്. അത് ഇഷ്ടം സാധിച്ചു തരികയാണ്. അപ്പൊ നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ ഒരു നായയുടെ ശരീരമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മളുടെ ആഗ്രഹമായിരുന്നു, ഭഗവാന്റെ ആഗ്രഹമല്ല. നമ്മളാണ് ഒരുപാട്
എന്താണ് നോൺ വെജ് കഴിക്കണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ നമ്മളാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് സാധിക്കുന്ന തരത്തിലുള്ള ഒരു ശരീരമാണ് ഭഗവാൻ നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ തരുന്നത്. ജീവാത്മാവിന്റെ ഇഷ്ടമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് ആലോചിക്കുക എന്നാണ് പറയുന്നത്. ആ ഇഷ്ടപ്പെട്ട ഒരാളുടെ ആയിട്ടുള്ള രൂപമാണ് നമ്മൾക്ക് അടുത്ത ജന്മത്തിൽ കിട്ടുക. നമ്മൾ ജഡഭരതന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഭരത മഹാരാജാവിന്റെ കാര്യം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ഭഗവത്ഗീത സെഷനിൽ മാതാജി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പം അയാള് എന്താവുന്നത് ഒരു മാന്റെ രൂപത്തിൽ മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരേ വൃക്ഷത്തിന്മേലാണ് രണ്ടുപേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. അതാണ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷിക്ക് അതിന്റെ റിസൾട്ട് വരും. എന്താണ്, ശരീരത്തിൽ നല്ലതല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ എന്താണ്ടാവുക, വയർ അപ്സെറ്റ് ആവും, അതിനനുസരിച്ചുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ്. എങ്കിലും പരമപ്രഭുവായ സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇടവന്നാൽ ഉടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതകളിൽ നിന്നും മുക്തനാവും. അപ്പൊ എന്താണ്, പരമാത്മാവിനെ നോക്കണം, അറിയണം എന്നുള്ളതാണ്. ഒരു തവണ പരമാത്മാവിനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ പരമാത്മാവ് കൈപ്പിടിച്ച് നമ്മളെ കൊണ്ടുപോയിക്കോളും. പക്ഷെ നോക്കുന്നത് വരയ്ക്ക് കമ്പൽഷൻ ഉണ്ടാവില്ല, നമ്മുടെ ഇഷ്ടത്തിന് വിട്ടേക്കാണ്. അപ്പൊ നോക്കേണ്ട ചുമതല ആരെയാണ്? നമ്മളുടെയാണ്. നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചാല് 1000 സ്റ്റെപ്പ് ഭഗവാൻ നമ്മളുടെ അടുത്തേക്ക് വരും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാഭോ ന ശോഷയതി മാരുതഃ. ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയുകയില്ല. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണ്. അത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതല്ല. പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച കാര്യങ്ങളെയാണ് നമ്മൾക്ക് മുറിക്കാനും ദഹിപ്പിക്കാനും കുതിർത്താനും ഒക്കെ സാധിക്കുക. അപ്പൊ ആ ആത്മാവിനെ ഒരു ഇതിനും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏത് ശാസ്ത്രീയങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടായാലും ആത്മാവിനെ കീറി മുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. ഇപ്പൊ നമ്മള് ശസ്ത്രക്രിയ നടത്തിയിട്ട്, നമ്മൾ ഹൃദയത്തിനുള്ളിലാണ് ആത്മാവ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ശസ്ത്രക്രിയ നടത്തിയിട്ട് ഒരാളുടെ ഹൃദയം വേറൊരാൾക്ക് വെച്ചു കൊടുക്കുന്നു. അപ്പോഴും ഈ ആത്മാവ് പഴയ ശരീരത്തിൽ മരിച്ചുപോയ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അല്ലെ. പക്ഷെ പുതിയ ആളുടെ ഹൃദയത്തിലേക്ക് അത് പോകുന്നില്ല. അപ്പൊ ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആത്മാവ് ആ ഹൃദയത്തിന്റെ കൂടെ വേറൊരാളുടെ ശരീരത്തിലേക്ക് പോകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയത്തിനോട് ഒട്ടിയിരിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. അച്ഛേദ്യോഹമയ അദാഹ്യോയം അക്ലേദ്യോ ശോഷ്യമേവജ നിത്യ സർവഗതസ്ഥാണുർ അജലോയം സനാതനക. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അജഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. പരിണാമങ്ങൾക്ക് അതീതനാണ്. കാരണം എന്താണ്, വേറൊരു ശരീരത്തിൽ പോയി കഴിഞ്ഞാലും ആത്മാവ് ഒരു ഷേപ്പില്, അതായത് നമ്മളൊരു മൃഗത്തിന്റെ ഉള്ളിലാണ് പോയെന്നുണ്ടെങ്കിൽ ആ മൃഗത്തിന്റെ ഷേപ്പ് സ്വീകരിക്കുന്നതല്ലാണ്ട് ആ ആത്മാവിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ആ ആത്മാവ് ആത്മാവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതാണ് പരിണാമങ്ങൾക്ക് അതീതൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഒരു ബാല്യത്തിൽ നിന്ന് വാർദ്ധക്യം വരയ്ക്കുള്ള ശരീരത്തിന് ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാലും ആ ആത്മാവിന് വ്യത്യാസം വരുന്നില്ല. അതുപോലെ തന്നെ ആ ആത്മാവ് വേറൊരു ശരീരത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള ഒരു ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ഷേപ്പിലേക്ക് മാറുന്നുണ്ട്, അതിനൊരു മാറ്റം വരുന്നില്ല. അണ്ണു മാത്രല്ലേ ഉള്ളൂ. വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായ ജീവാത്മാവ് പരമദിവ്യോത്തമ പുരുഷന്റെ ജ്യോതി പ്രസരണത്തിൽ ഒരാത്മീയ സ്ഫുലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ ഭഗവത് സംഗമത്തിന് വേണ്ടി ആത്മീയഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. അപ്പൊ ഒരിക്കലും എന്താ പറയുന്നത്, ജീവാത്മാവ് പരമാത്മാവായിട്ട് ലയിക്കുന്നില്ല. നമുക്ക് ആ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലായി അല്ലേ. അപ്പൊ ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായ, അതായത് ഇപ്പൊ ഭൗതിക ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു, ഭഗവാനാണ് എല്ലാം, ഭഗവാന്റെ അടുത്തേക്ക് പോകണം, ഭക്തി സേവനങ്ങൾ ചെയ്യുന്നു, ഒരു ശുദ്ധ ഭക്തനായി തീർന്ന ഒരാള് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടേക്കാം. അതായത് അതാണ് അഷ്ടാംഗ യോഗയൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാരാണ് അധികവും ആ ലെവലില് ഇഷ്ടപ്പെടുന്നത്. അത് വ്യക്തിശൂന്യ ബ്രഹ്മം എന്നാണ് അതിന് പറയുക. അപ്പോ അങ്ങനെ, പക്ഷെ എന്താണ്, നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ആത്മാവ് എപ്പോഴും ആക്റ്റീവാണ്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കത്തിൽ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വേറൊരു ആളായിട്ട് മാറും അല്ലെ സ്വപ്നത്തിലൊക്കെ. അപ്പൊ അതൊക്കെ ഒരു ആക്റ്റീവ് അവസ്ഥയാണ് ആത്മാവിനുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ആത്മാവിനെ കൊണ്ടുപോയിട്ട് ഒരു എന്താ പറയാ, സ്ഥിരമായിട്ടുള്ള ഒരു കണികയായിട്ട് ഒരു പ്രകാശ വലയത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് സാധ്യമാണോ? ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ബ്രഹ്മജ്യോതിയിൽ എത്തിയ ഒരാളാണെന്നുണ്ടെങ്കിൽ താഴെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ വൈകുണ്ഠ ലോകങ്ങളിലേക്കോ ഗോലോക വൃന്ദാവനത്തിലെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്ന ആൾക്കാർ ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം എന്താണ്, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്കൊരു ആക്ഷൻ ഉണ്ട്, പ്രവൃത്തികളുണ്ട് അവിടെ. അത് കാരണം കൊണ്ട് അപ്പൊ എപ്പോഴും ഒരു ബുദ്ധിയുള്ള ഒരാള്, ശുദ്ധഭക്തനായിട്ടുള്ള ഒരാള് ഒരിക്കലും ബ്രഹ്മജ്യോതിയിൽ ലയിക്കാനായിട്ട്, സായുജ്യ മുക്തി എന്നാണ് അതിനെ പറയുക, സായുജ്യ മുക്തി ഇഷ്ടപ്പെടില്ല. എന്താണ് ഇഷ്ടപ്പെടുക?
ഭഗവത്ധാമത്തിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട്. അവ്യക്തോയം അചിന്യോയം അവികാര്യോയം ഉച്ചതേ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതും അർഹസി. അദൃശ്യനും അചിന്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇത് അറിയുന്നത് കൊണ്ട് നീ ശരീരത്തെക്കുറിച്ച് ദുഃഖിക്കരുത്. അപ്പൊ എന്താണ്? ഇത് കാണാൻ സാധിക്കില്ല, നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, മാറ്റമില്ല ആത്മാവിന്. ഏറ്റവും ശക്തിമുക്തമായ സൂക്ഷ്മദർശിനിയിലൂടെയും കാണാനാവാത്ത വിധം സൂക്ഷ്മതമമാണ് ആത്മാവ്. തന്മൂലം അദൃശ്യനും തന്നെ. മാനുഷിക പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവ് ബോധവും അവബോധവും ഉള്ളവതാകുന്നു എന്ന വേദങ്ങൾ ഘോഷിക്കുന്നു. അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇത്രയും ചെറുതാണെങ്കിൽ നമ്മൾക്ക് അറിയാം, ആ ആത്മാവ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മരിച്ചു അല്ലെ. അതിന് ഇത്രയും വലിയ ജഡവസ്തുവിന് നമ്മുടെ ആത്മാവിന്റെ വലുപ്പത്തെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ വളരെ വലുപ്പമുള്ളതാണ്. അപ്പൊ നമ്മൾ പറയും, ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സമുദ്രത്തിൽ വലിയ ആന, അത്രയും വലുപ്പമുള്ള ഒരു ആനയെ തിരകൾ ഇങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എതിരായിട്ട് അവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത്രയും ശക്തിയുള്ള തിരകളാണെന്നുണ്ടെങ്കിൽ അത് അതിൽ കൂടെ ഒലിച്ചു പോയിട്ട് അതിന് നീന്താൻ സാധിക്കാണ്ട് ചത്തുപോകും അല്ലെ ഒരു ആന. എന്നാൽ നമ്മൾക്ക് കാണാം, എന്താണ്, സമുദ്രത്തിൽ ഒരുപാട് ചെറിയ ചെറിയ മീനുകളുണ്ട്. അത് വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ തിരകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് പൂർണ്ണമായിട്ടും ശരണാഗതി, ആ സമുദ്രത്തിനോട് ശരണാഗതി പ്രാപിച്ചതാണ്. അതിന്റെ ഉള്ളിലാണ് അത് കിടക്കുന്നത് അല്ലെ. അതുകൊണ്ട് അതിനൊന്നും ആവുന്നില്ല. എന്നാൽ ആനയ്ക്ക് ഇത്ര വലിപ്പമുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? ആനയ്ക്ക് അതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഭഗവാനുമായിട്ട് ശരണാഗതി പ്രാപിക്കുന്നത്. ആത്മാവ് ബോധവും അവബോധവും ഉള്ളതാണ്. അതാണ്. അപ്പൊ എത്ര ചെറിയ ഒരു അണുവായിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും ആ അണു മാത്രമായിട്ടുള്ള ചൈതന്യമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മൾക്ക് ബോധമുണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതച്ചൈനം നിത്യജാതം വാമന്യസേ മൃതം തഥാപി ത്വം മഹാഭാഗോ നൈവം ചോദിതും അർഹസി. അതല്ല, ആത്മാവ് ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാഭാഗോ, നിനക്ക് ദുഃഖിക്കാനില്ല. ഇപ്പൊ ഇതാണ് ജ്ഞാനയോഗമാണ് ഇത്ര നേരം പറഞ്ഞിരുന്നത്. ആത്മാവിന് മരണമില്ല, ആത്മാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെ ഭഗവാൻ. അപ്പൊ ഇനി പറയാണ്, ഇനി അർജുനോട് പറയാണ്, ഇനിയിപ്പൊ നിനക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെ വെച്ചോളൂ. ഇനിയിപ്പോ ആത്മാവ് മരിക്കും തന്നെ നീ വെച്ചോ, അതായത് ശരീരം മരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ തിയറി എന്താണ്? ശരീരത്തിന്റെ ഒപ്പം നമ്മളുടെ അവബോധം വരുന്നു, അത് കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് വരുന്നതാണ് ഇങ്ങനത്തെ ഒരു ശരീരം ഉരുവായിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ ആ അവബോധം അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരാൾ മരിക്കുന്നതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. അല്ല ആത്മാവ് പുറത്തു പോകുന്നു എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഇല്ല. ആത്മാവും ഈ ശരീരത്തോടു കൂടി മരിക്കുകയാണ് എന്നുള്ള മാതിരിയാണെന്ന് വിചാരിക്കൂ, അങ്ങനെയാണെന്ന് വിചാരിക്കണമെന്ന് വെക്കൂ. എന്നാലും നിനക്ക് ദുഃഖിക്കാനില്ല എന്ന് പറയാണ്. ശരീരത്തിൽ നിന്ന് ഭിന്നമായി ഒരു ആത്മാവിലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലെയുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളുടെയും ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം. അതാണ് കെമിക്കൽസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. മഹാബാഹു, കൈക്കരുത്തുള്ളവൻ. വൈദിക ധർമ്മത്തിന് എതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതരുമാണ്. എന്നാൽ ആക്ച്വലി അർജുനനെ കുറിച്ചിട്ടല്ല പറയുന്നത്. അർജുനന് ശരിക്കും എന്താണ്, ഒരു പാരമ്പര്യ ഇതായിട്ട് ഭക്തനായിട്ട് വളർന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് വൈദിക ധർമ്മത്തിന് എതിരായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അർജുനനുള്ളത്. എന്നാലും ഭഗവാൻ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് അർജുനന്. ജാതസ്യ ഹി ധ്രുവം മൃത്യുർധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്തെ നത്വം ശോചിതും അർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. ഇനിയിപ്പോ നമ്മൾ ഇതൊന്നും ആത്മാവൊക്കെ മറന്നു പോക്കോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോയിക്കോളൂ, ഒന്നും ആലോചിക്കേണ്ട. ഇനിയിപ്പോ എന്താ അടുത്ത കാര്യങ്ങൾ പറയുന്നത്? ഇനിയിപ്പോ ജനിച്ച ഒരാൾക്ക് എന്തായാലും മരണം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അത് ഉറപ്പാണല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജനിച്ചാൽ മരിക്കണം എന്നുള്ളത് ഉറപ്പാണ്. ഇനി വീണ്ടും ജനനം ഉണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ജനിച്ചിട്ടുണ്ട്, നമുക്കൊരു മരണം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോ എന്തായാലും മരിക്കാൻ പോകുന്ന ഒരു ശരീരമാണ്. അതിന് ഒരു കർത്തവ്യ നിർവഹണം എന്നുള്ള ലെവലില് കൊല്ലുന്നത് കൊണ്ട് വിരോധമില്ല എന്നതാണ് അനിവാര്യമായ കർത്തവ്യ നിർവഹണം. നിന്റെ ക്ഷത്രിയനായിട്ട് നിന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യണം. അപ്പൊ ആ യുദ്ധം നീ ചെയ്യുക. അപ്പം ഓപ്പോസിറ്റുള്ള ഒരാൾ മരിക്കുവോ ജീവിക്കുമോ എന്നുള്ളത് നീ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. കാരണം എന്തായാലും ഇപ്പൊ ഇന്ന് മരിച്ചിട്ടില്ലെങ്കിലും ഒരു 4 ദിവസം കഴിഞ്ഞാൽ അവർ മരിക്കാനുള്ളതാണ് അല്ലേ. അവരുടെ മരണം എപ്പോഴാണ് നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ ശാശ്വതമായിട്ടുള്ള ഒരു സാധനത്തിനെ നശിപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമുള്ളൂ അർജുന. ഇത് അനാവശ്യമായ യുദ്ധത്തെയോ വധത്തെയോ സാധൂകരിക്കുന്നില്ല. എങ്കിലും മനുഷ്യ സമൂഹത്തിൽ നീതി പാലനത്തിന് വേണ്ടി യുദ്ധവും ഹിംസയും ഒഴിച്ചുകൂടാതെ വരുന്നു. ഇപ്പൊ നമ്മൾ വന്നു ടെററിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യയിലത്തെ നമ്മൾ ആക്രമിച്ചു അല്ലെ, കാശ്മീരിൽ ആക്രമണം നടത്തിയപ്പോൾ നമ്മളൊക്കെ ഒരു അനിവാര്യമായിരുന്നു അവരെ നശിപ്പിക്കണമെന്ന്. കാരണം എന്താണ്? അല്ലെങ്കിൽ അടുത്തൊരു ദിവസം വീണ്ടും അവർ ഈ പ്രവൃത്തി ആവർത്തിച്ചേക്കാം. അത് നിർത്തണമായിരുന്നു നമ്മൾക്ക് അല്ലെ. അപ്പൊ ആ സമയത്ത് ഒരു യുദ്ധം ആവശ്യമായിരുന്നു. അപ്പൊ ഈ പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളത് ഒരിക്കലും
ഒരു സൊല്യൂഷൻ അല്ല. അതായത് ഒരു കത്തി നമ്മൾക്ക് എന്താണ്, ഒരു ഡോക്ടർ അത് ഉപയോഗിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എന്തിന്? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതേ കത്തി തന്നെ ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുമ്പോൾ അതൊരു പാപമാണ് അല്ലെ? അപ്പൊ ഒരേ കാര്യം തന്നെ രണ്ട് തരത്തിൽ വരും. അതാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരാളെ 100 പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെററിസ്റ്റിനെ നമ്മൾ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല, അതിൽ പാപമില്ല. എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ നമ്മൾ കൊല്ലുകയാണെങ്കിലോ അത് പാപമാണ്. അപ്പൊ രണ്ടും ഓരോ മനുഷ്യനെയാണ് കൊല്ലുന്നത്. പക്ഷെ ഒന്ന് പാപമാണ്, അത് പുണ്യമാണ്. അപ്പൊ അത് ആ ഒരു സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് ഒരു കാര്യം പാപവും പുണ്യവുമാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ നീതി പാലനത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് തെറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അവ്യക്താദീനി ഭൂതാനി വ്യക്തമാദ്യാനി ഭാരത അവ്യക്താനി ധനാന്യേവ തത്ര കാ പരിദേവന. സൃഷ്ടിയിലെ ജീവഗണങ്ങളെയെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊണ്ടു നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിന്റെ ആവശ്യമെന്ത്? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ജീവഗണങ്ങളൊക്കെ എന്താ ഉണ്ടാവുന്നത്? പ്രളയത്തില് നമ്മൾ ഇതായിട്ട് പോകും, പിന്നെയാണ് ഇത് വരുന്നത് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? നശിപ്പിക്കുമ്പോ വീണ്ടും അത് നശിച്ചു കഴിയുമ്പോ എന്താ ഉണ്ടാവുക? അതായത് യഥാർത്ഥത്തില് എന്താ വരുന്നത്? ഏറ്റവും ആദ്യം ഭഗവാൻ സൃഷ്ടിക്കുന്നു അല്ലെ? ആ സൃഷ്ടി എല്ലാവരും ഇതായി. അപ്പൊ ആദ്യം ഒരു സ്ലീപ്പിംഗ് മോഡാണ്, ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ്. അവിടെ നിന്നാണ് ഈ സൃഷ്ടി വരുന്നത്. ഭഗവാൻ ഉച്ഛസിക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പം ആ സൃഷ്ടി വരുന്നു. ഇപ്പൊ നിങ്ങൾ ലെവൽ 2 നിങ്ങൾക്ക് അറിയാം, കാരണോദക സായിവിഷ്ണുവാണ് പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നത്. ഗർഭോദക സായിവിഷ്ണുവിൽ നിന്നാണ് പ്രപഞ്ച വൈവിധ്യങ്ങൾ വരുന്നത്. ക്ഷീരോദക സായിവിഷ്ണുവാണ് പരമാത്മാവായിട്ട് നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ലെവലിൽ പഠിച്ചതാണ് അല്ലെ? അപ്പം ഇങ്ങനെ അപ്പൊ വീണ്ടും നശിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആ ശരീരത്തിന്റെ ഒരു സ്ലീപ്പിംഗ് മോഡാണ്. ശരീരം വിട്ട് കഴിഞ്ഞിട്ട് വേറൊരു ശരീരത്തിൽ പോകുന്നു. അതല്ല ഒരു പ്രപഞ്ചം അവസാനിക്കുന്ന ആ അവസ്ഥയിലാണെന്നുണ്ടെങ്കിലോ എല്ലാം ഗർഭോദക സായിവിഷ്ണുവിന്റെ ഉദരത്തിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ ആരും ശരിക്കും നശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും സൃഷ്ടി നടക്കുമ്പോൾ അവർ വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ട് അതേമാതിരി തന്നെ അല്ലെ? അപ്പൊ അതിൽ വ്യസനത്തിന്റെ ആവശ്യം എന്താണുള്ളത് എന്ന് ചോദിക്കുകയാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക ധർമാനുയായികൾ നാസ്തികർ എന്ന് വിളിക്കുന്നു. ശരീരം ഉടുപ്പ് മാത്രമാണ്. ശാശ്വതമായ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക ദേഹത്തിന് യാഥാർത്ഥ്യമേ ഇല്ല, സ്വപ്നം പോലെയുള്ള ഒന്നാണത്. അതാണ് ഈ ശരീരം എന്ന് പറയുന്നത്, ഉടുപ്പ് മാത്രമാണ്. അതിന് ഓവറായിട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക ബന്ധങ്ങളെല്ലാം ഈ ശരീരവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടല്ല. ആത്മാവ് എപ്പോഴും തനിച്ചാണ്. ആത്മാവിന്റെ സുഹൃത്തായിട്ടുള്ളത് ആരാണ്? ഭഗവാൻ മാത്രമാണ്. കാരണം ഈ ജന്മം നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റ് ഈ ജന്മത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം നമ്മുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്തൊരു ശരീരം സ്വീകരിക്കുമ്പോൾ അവര് ചുറ്റും വരുന്ന ആൾക്കാരാണ് ഞാൻ എന്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പൊ അത് വളരെ ഒരു നാടകത്തിലെ ഒരു ആക്ടർ മാത്രമായിട്ടാണ്. ഒരു സിനിമ ആക്ട്രസ് പറഞ്ഞാലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവർക്ക് കുറെ റിലേഷൻസ് ഉണ്ടാവും, അവരുടെ പ്രവർത്തികൾ വേറെ ആയിരിക്കും. അടുത്ത സിനിമയിൽ വരുമ്പോഴോ അവർ വേറൊരു ക്യാരക്ടറായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം വേറൊരു ശരീരം സ്വീകരിക്കുമ്പോൾ. മുമ്പത്തെന്ന് പറയുന്നത് ഒരു നാടകം മാത്രമാണ്, ഡ്രാമ മാതിരിയാണുള്ളത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവദ്വദ്ദതിതൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യേ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചിത്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു. ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല. പലതരത്തിലുള്ള ആൾക്കാരാണ് അല്ലെ? ചിലവരുടെ ദൃഷ്ടിയിൽ എന്താണ് ആത്മാവ് തമ്മിൽ നമ്മൾക്ക് തന്നെ തോന്നുന്നു അല്ലെ, അയ്യോ ഇത്രയും ചെറുതായിട്ടുള്ള ഒരു ആത്മാവോ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ അതിന് ആശ്ചര്യം. അപ്പൊ നമ്മൾ അതിനെ മറ്റുള്ളവരോട് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾക്ക് അറിയാത്ത ആൾക്കാരോടൊക്കെ നമുക്ക് പറയാം, അവർ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ ആത്മാവ്, ആ ആത്മാവാണ് നമുക്ക് ചൈതന്യം തരുന്നത് എന്നുള്ളതൊക്കെ അല്ലെ? അപ്പം ഇത് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്കും അത് കേൾക്കാത്ത ആൾക്കാർക്കൊക്കെ അത് അതിശയായിരിക്കും, ഇങ്ങനെ ഒന്നുണ്ടോ എന്ന് വിചാരിക്കും. എന്നാൽ ചിലവർക്കോ ഇതൊക്കെ എന്തോ പറയുന്നതാണ്, ഇതൊക്കെ നമ്മുടെ കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കിയത്, ആര് പറയണ ആത്മാവുണ്ടെന്നൊക്കെ, ഇതൊക്കെ പോളിഷ്യസ് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ മരിക്കുന്നു, അതിനുശേഷം നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു എന്നുള്ള ലെവലില് അതിന് കേട്ടിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. ഭീമാകാരമായ ഒരു മൃഗത്തിന്റെ ശരീരത്തിലും പടുകൂറ്റൻ വടവൃക്ഷത്തിലും 1 ഇഞ്ച് മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും അണുമാത്രമായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വിസ്മയകരം അത്രേ. അതാണ് ഇത്രയും വലിയ ജീവജാലങ്ങളാണെങ്കിൽ ശരി, അമീബ പോലെയുള്ള അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഉള്ളിൽ ആത്മാവുണ്ട്. മായാമോഹിതരായി ജനങ്ങൾ ഇതിനെ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയുള്ള വസ്തുക്കളിൽ ആകർഷകരായി തീരുന്നു. ആത്മജ്ഞാനം ഇല്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലേക്ക് കലാശിക്കും. എന്നാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ആ ആത്മാവിനെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മൾ ഈ ശരീരമാണെന്ന്. അപ്പൊ ശരീരത്തിനെ എങ്ങനെയൊക്കെ നന്നാക്കി വെക്കാം. മറ്റുള്ളവർ എന്റെ ശരീരം കാണുമ്പോൾ നന്നായി എന്ന് പറയണം, എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത്രയും നന്നായി എന്ന് പറയണം. അത് അങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളാണ്. അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ എന്താണ് ആഗ്രഹം? ഞാൻ ഏറ്റവും നല്ലതാണെന്ന് പറയണം. ഐ എം സംതിങ് എന്നുള്ളതാണ് എല്ലാവരുടെ ഉള്ളിലുള്ള ആഗ്രഹമാണ്.
അപ്പൊ ഇപ്പൊ ക്ലാസ് കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മളിപ്പോ ഒരു പരീക്ഷ എഴുതുന്നു നിങ്ങളല്ലേ, അപ്പോഴുള്ളിൽ എന്നോട് എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. അത് എന്തുകൊണ്ടാണ്? ഞാൻ ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു എന്നുള്ളത് എനിക്ക് എന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ 4 പേരുള്ള ഒരു ഗ്രൂപ്പിൽ മാർക്ക് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് വരണം എന്നുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യണം. ഓ അമ്മ അതായത് നന്നായിട്ട് ഇതാവുണ്ട് കേട്ടോ, പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു നല്ല കീർത്തനം പാടുന്നു അല്ലേ, അപ്പൊ അത്രയും നന്നായിട്ടാണ് അതായത് കീർത്തനം പാടുന്നത്. 4 പേർക്ക് മുമ്പ് നമുക്കൊരു സന്തോഷമാണ്. ആ സന്തോഷം എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ എവ്രിബഡി, എല്ലാവരുടെ ഉള്ളിലും ഒരു അപ്രീഷിയേഷൻ വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. എല്ലാവരും എന്നെ നല്ലതാന്ന് പറയണം. പക്ഷെ അതേസമയം ഒരു ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിലോ, അപ്പൊ പറയും ഏതെങ്കിലും ഒരു തെറ്റ് നമ്മൾ പറ്റി കഴിഞ്ഞു നിൽക്കും. ഒരു ദിവസം ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ 1000 എക്സ്ക്യൂസ് കണ്ടുപിടിക്കാൻ നോക്കും ആ തെറ്റ് പറ്റാനുള്ള കാരണം. അയ്യോ അന്ന് ഞാൻ രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത് കാരണം എന്റെ തല ശരിക്കും നിൽക്കണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കൊരു അങ്ങനെ പറ്റിയതാണ്. നമ്മൾ അങ്ങനെ ഓരോന്ന്, അതായത് നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാല്. എന്നാൽ ഒരു നല്ല കാര്യമാണെങ്കിലോ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇതില് ഒരു ഇത് പറയും, എന്താ പറയാ, ഒരു കാര്യം ഇപ്പൊ നമ്മളുടെ മകൾ തന്നെ, മകളാണെന്ന് വെച്ചോളൂ, ഒരു ഏറ്റവും നന്നായിട്ട് ഒരു കാര്യം പെർഫോം ചെയ്തു, ഏതെങ്കിലും ആവട്ടെ, ഏതൊരു കാര്യം നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിന് ഇപ്പൊ സ്കൂളിൽ തന്നെ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങി എന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ടീച്ചർമാര് പറയും, മോള് നല്ല മാർക്കാണ് വാങ്ങിയിട്ടോ, ഇതുവരെ ഇങ്ങനെ ഏത് കുട്ടികൾ പെർഫോം ചെയ്തിട്ടില്ല, നന്നായി ഇതായിക്കോളും എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഞങ്ങൾ അത്രയും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, വീട്ടിൽ ഇതേമാതിരിയൊക്കെയാണ് അവളെ പഠിപ്പിച്ചിരുന്നത്. അതിനൊരു ക്രെഡിറ്റ് നമ്മൾ എടുക്കാനായിട്ട് തോന്നും. ഇതേ സമയത്ത് ഒരു സന്ദർഭം വരെയാണ് ആ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തേക്കണോ, അതായത് ചെയ്യാൻ പാടില്ല, കാരണം വളരെ മോശമായിട്ട് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുകയാണ് ആ ടീച്ചർ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളെ എപ്പോഴെങ്കിലും അതിന്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കും? ആ മോശമായിട്ടുള്ള കാര്യത്തിന്റെ ക്രെഡിറ്റ് നമ്മൾ ഒരിക്കലും എടുക്കില്ല. നമ്മൾ എപ്പോഴും എന്താ പറയുക, ആ കുട്ടിയെ ആ ടീച്ചർ മുമ്പിൽ വെച്ച് തന്നെ ചീത്ത പറയാനാണ് നമ്മൾ നോക്കുക. അവർ ഞാൻ വളർത്തിയ എനിക്ക് നാണമാണ് ഇതേമാതിരി വല്ലവരും മൂലം നിൽക്കാൻ നമ്മൾ പറയുക. അപ്പൊ എപ്പോഴും നല്ലതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നമ്മൾക്ക് ഇഷ്ടമാണ് അല്ലെ. അതുപോലെ അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ ആ ശരീരത്തിന്റെ ഒരു ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒരു ആത്മജ്ഞാനം ഇല്ലാത്ത കാരണം കൊണ്ട് എന്താണ്ടാവുക, പരാജയങ്ങൾ സംഭവിക്കുന്നു, ദുഃഖങ്ങൾ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. നന്ദി സൂക്ഷ്മമായ ഒരു അണുവിനെ ഏറ്റവും വലുതും അതേസമയം ഏറ്റവും ചെറുതുമാവാൻ കഴിയുമെന്ന് സ്ഥൂലമായ ഭൗതിക ബോധമുള്ളത് കൊണ്ട് ആധുനിക മനുഷ്യരെ ബഹുഭൂരിപക്ഷത്തിന് ചിന്തിക്കാനാവില്ല. അപ്പൊ അതാണ് ആ അണു എന്ന് പറയുന്നത്. എന്താണ് ആത്മാവ് എന്ന് പറയുന്നത്? ഒരു ശാശ്വത അംശമാണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാം. വേറൊരു ശരീരത്തിലാണെങ്കിലും ആ ആത്മാവ് സുഖമായിട്ട് പോയിട്ടിരിക്കും. ഏറ്റവും ചെറിയ ഒരു ഇതാണെന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ ഒരു ഇതാണെന്നുണ്ടെങ്കിലും അതാണത് ഭൂരിപക്ഷം ആൾക്കാർക്കും ചിന്തിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരു പരിശുദ്ധ കൃഷ്ണഭക്തന്റെ അഹൈതുകമായ കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയൂ. അപ്പൊ എന്ത് വേണം? ഇത് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഭഗവത്ഗീത പഠിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് അല്ലെ. ഒരു ശുദ്ധ ഭക്തന്റെ ഒരു അസോസിയേഷൻ, അറിയുന്ന ഒരാൾ നമ്മൾക്ക് പറഞ്ഞു തരണം ഇതിനെ പറ്റിയിട്ട്. അപ്പൊ മാത്രമാണ് നമ്മൾക്ക് ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരാൾ പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ദേഹി നിത്യമവദ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ചോദിതമർഹസി. ഹേ ഭാരത, ദേഹത്തിൽ വസിക്കുന്ന സത്ത അനുസരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ എന്താ പറയുന്നത്? ഈ ആത്മാവ് അനുസരണമായതുകൊണ്ട് മറ്റുള്ള ഒരാളെ കൊല്ലുന്നതിനെ കുറിച്ച് ഓവറായിട്ട് സങ്കടപ്പെടേണ്ട. ആത്മാവ് നാശരഹിതനാണ്, ശരീരം നശ്വരമാണ്, ഭൗതിക ശരീരത്തിന് അതീതമായി ഒരാത്മാവുണ്ട് എന്ന് ശ്രീകൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ഒരു യുദ്ധത്തിൽ ഹിംസയുടെ അത്യാവശ്യം വരുമ്പോൾ ദൈവഹിതത്തിന് അനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് തന്നിഷ്ടപ്രകാരമാകരുത്. അതാണ് പറയുന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും ചെയ്യരുത്. എന്നാൽ ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊല ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ നിന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. സ്വധർമ്മമഭിചാവേശ്യന വികമ്പിതുമർഹസി ധർമാധ്യായുധ്യചേയോ അന്യക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസ്ത്രാൻ അനുസൃതമായ സമരത്തെക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. ഇനി അടുത്ത പോയിന്റ് പറയാണ്. എന്താണ്? ഒരു ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്കും നിന്റെ ഡ്യൂട്ടി എന്താണ്? യുദ്ധം ചെയ്യലാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഓരോരുത്തരും സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു ക്ഷത്രിയന്റെ നിയമം ഇതെന്താണ്? ക്ഷത്ത് മുറിവേൽപ്പിക്കുക, ത്രായതെ രക്ഷപ്പെടുത്തുക, ക്ഷത്രിയൻ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. അപ്പൊ മറ്റുള്ളവരെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. അപ്പൊ എന്താണ് ദുര്യോധനന്റെ അല്ലെങ്കിൽ ധൃതരാഷ്ട്രരുടെ ആ ദുർഭരണത്തിൽ നിന്ന് അവിടുത്തെ ജനതയെ മുഴുവൻ രക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോ അർജുനന്റെ കർത്തവ്യം. അവർക്ക് രാജ്യം നേടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ സ്വധർമ്മം 2 തരത്തിലുണ്ട്. മുക്തനാകാത്തിടത്തോളം കാലം മതപ്രമാണങ്ങൾ അനുസരിച്ച് ഓരോ ശരീരത്തിന് നിറവേറ്റേണ്ടതായുള്ള കർമ്മങ്ങൾ ചെയ്യുക തന്നെ വേണം, എന്നാലേ മുക്തി ലഭിക്കൂ. അതായത് നമ്മളൊന്നും മുക്തരല്ല.
കാരണം നമ്മൾക്ക് ഭഗവാനും നമ്മൾ ശുദ്ധഭക്തന്മാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്താണ് നമുക്ക് ഡ്യൂട്ടികൾ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ചെയ്തുകൊണ്ടിരിക്കണം, അത് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്. ഇപ്പൊ ഒരു ശൂദ്രനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചില മതപ്രമാണങ്ങളുണ്ടാവും, എങ്ങനെയാണ് ഒരു വർഷിപ്പ്, എന്താണ് ഭഗവാനെ ആരാധിക്കേണ്ടത്, ആ ലെവലിൽ നമ്മൾ ചെയ്യണം. ഒരു ക്ഷത്രിയനാണെങ്കിൽ ആ ലെവലില്, വൈശ്യനാണെങ്കിൽ ആ ലെവലില്, ബ്രാഹ്മണനാണെങ്കിൽ ആ ലെവലില്. ക്ഷത്രിയന്റെ സ്വധർമ്മം എന്താണ്? യുദ്ധം ചെയ്യലാണെന്ന് പറഞ്ഞു. എന്നാൽ ബ്രാഹ്മണനോട് പോയിട്ട് യുദ്ധം ചെയ്യാൻ പറയുന്നില്ല അല്ലെ. അപ്പൊ ബ്രാഹ്മണന്റെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായി തീരുന്നു. എന്നാൽ ഒരു ശുദ്ധ ഭക്തനായി തീർന്നു കഴിഞ്ഞു നിൽക്കും. നമ്മൾ ഈ ഭൗതിക ആഗ്രഹങ്ങളൊന്നും നമ്മൾക്കില്ല, എല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിച്ചതാണ്. നമ്മൾക്ക് വിശപ്പില്ല, അതാക്കില്ല, ഒരവസ്ഥയിൽ നമ്മൾ എത്തിയെന്ന് വിചാരിക്കൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അത് എല്ലാം ഭഗവാന് സമർപ്പിച്ച് അവിടെ പിന്നെ ഏത് നിയമങ്ങളും ഇല്ല. കാരണം ഒരു തവണ നമ്മൾ ഭഗവാന്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏതിലും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആവും എല്ലാത്തിൽ നിന്നും. അതാണ് ആത്മീയ ധർമ്മം എന്ന് പറയുന്നത്. മറ്റേതാണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. വർണ്ണാശ്രമ ധർമ്മമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കേണ്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഏതാണോ നമ്മളുടെ ക്വാളിറ്റി, ഒരു ടീച്ചറാണോ മറ്റുള്ളവരെ പഠിപ്പിക്കുക, ഒരു ഡോക്ടറാണോ മറ്റുള്ളവരെ ചികിത്സിക്കുക, അവരെ ഭേദപ്പെടുത്തുക, അങ്ങനെ ഏത് ഡ്യൂട്ടിയാണോ നമ്മൾ കലിയുഗത്തിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ കാണാൻ പറ്റുക. അല്ലാണ്ട് ക്ഷത്രിയൻ വൈശ്യ എന്നുള്ള കാറ്റഗറി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പൊ ശാരീരിക തലത്തിൽ നമ്മൾ ചെയ്യുന്ന സ്വധർമ്മമാണ് വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും എന്നാൽ എന്ത് വേണം? ഓരോ ഡോക്ടർ ചികിത്സിക്കുമ്പോൾ എന്തായിട്ട്, എന്ത് മനോഭാവത്തോടു കൂടിയിട്ടാണ് ചികിത്സിക്കേണ്ടത്? ആ രോഗിയെ ഗുണപ്പെടുത്തണം, അത് ഭഗവാന്റെ സൃഷ്ടിയാണെന്നുള്ള ലെവലില്. എനിക്ക് പണം സമ്പാദിക്കണം എന്നുള്ള ലെവലിലല്ല, എനിക്ക് പേര് സമ്പാദിക്കണം എന്നുള്ള ലെവലിലല്ല. ഒരു ടീച്ചർ എന്താ വേണ്ടത്? മറ്റുള്ളവർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കണം, അവരെ നല്ല പൗരന്മാരാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്. അവിടെയും എനിക്ക് എന്റെ കാര്യങ്ങളും ഭംഗിയിൽ നടത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ടീച്ചർ ജോലിക്ക് പോകണം എന്നുള്ള ലെവലിലല്ല. അപ്പൊ എന്താണ് പറയുന്നത്? ഭാവം, നമ്മൾ ആ പ്രവർത്തിക്കാനുള്ള മനോഭാവമാണ് മാറ്റേണ്ടത്. വർണ്ണാശ്രമ ധർമ്മം അഥവാ ശരീര പ്രകൃതിക്ക് അനുസൃതമായ നിയതകർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിൽ നിന്നാണ് മാനവധർമ്മം ആരംഭിക്കുന്നത്. അപ്പോൾ ശരിക്കും സ്വധർമ്മം നമ്മളുടെ ആഗ്രഹപൂർത്തിക്ക് അല്ലാണ്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഭഗവാന്റെ ആത്മജ്ഞാനം നമ്മൾക്ക് കുറേശ്ശായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. യദൃച്ഛയാചോപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖി നക്ഷത്രീയ പാർത്ത ലഭന്തേ യുദ്ധമീദൃശം. പാർത്ത യാദൃച്ഛികമായി ഇതുപോലുള്ള ഒരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അതിൽ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് സ്വർഗം ലഭിക്കും. അതാണ് ഹിംസയുടെ മാർഗം, അതായത് നിയമാനുസൃതമായി ഹിംസയുടെ മാർഗം അവലംബിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? ഏത് വിധം ആലോചിച്ചാലും അർജുനന്റെ പോരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ന്യായീകരിക്കാൻ വയ്യ. എന്താണ്? ശത്രുക്കളെ തോൽപ്പിച്ചാൽ എന്താണ്? അയാൾക്ക് രാജ്യം കിട്ടും. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും കേട്ടോ. ഈ യുദ്ധത്തിൽ മരിച്ചാലോ സ്വർഗം കിട്ടും, ഉപരിലോകങ്ങൾ കിട്ടും. അപ്പൊ രണ്ട് വിധത്തിലായാലും യുദ്ധം ചെയ്താൽ അർജുനന് നന്മയാണ് വരുള്ളൂ എന്നാണ് പറയുന്നത്. അത് ചേതോമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തഥാ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. അല്ല, ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും, യുദ്ധവീരൻ എന്ന നിലയിൽ നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. എന്നാൽ മറ്റുള്ളവരൊക്കെ, ഒരു പ്രശസ്തനായിട്ടുള്ള യോദ്ധാവാണ് അർജുനൻ. അതുപോലെ പരമശിവനെ പോലും തോൽപ്പിച്ചിട്ടുണ്ട് അല്ലെ. കിരാത രൂപത്തിൽ വന്നപ്പോ അപ്പോഴാണ് പാശുപതാസ്ത്രം കൊടുക്കുന്നത് അർജുനന് പരമശിവൻ. അപ്പൊ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാലോ ക്ഷത്രിയൻ എന്ന നിലയിൽ ഒരു കടമ നിറവേറ്റില്ല. എല്ലാവരും കളിയാക്കാൻ തുടങ്ങും, ഇത്ര വില്ലാളിവരനാണ്, പരമശിവനെ തോൽപ്പിച്ചതാന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ അർജുന? അപ്പൊ നിങ്ങൾ വെറുതെ പറഞ്ഞതാണ് ഇതൊക്കെ എന്ന് പറയും, വീരവാദമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് വരെ നേടിയ സൽകീർത്തിയൊക്കെ നഷ്ടപ്പെടും, നരകലോകത്തിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എന്താ പറയാ? യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, യുദ്ധം ചെയ്യാണ്ടിരുന്നാലാണ് ആർക്ക് അകീർത്തി വരാൻ പോകുന്നത്? നരകത്തിലേക്ക് പോവുക അർജുനൻ. യുദ്ധം ചെയ്തിട്ടില്ലെങ്കിലാണ് അർജുനൻ നരകത്തിൽ പോവുക എന്നുള്ളതാണ് ഭഗവാൻ. സ്വധർമ്മം ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട്, അതായത് ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആ സ്വധർമ്മം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വധർമ്മം ചെയ്യാതിരിക്കുന്നത് കൂടി നരകത്തിലേക്ക് പോകുന്നതിന് വഴിവെക്കും എന്നാണ് പറയുന്നത്. അകീർത്തിം ചാവിഭൂതാനി കഥയിഷ്യന്തി ദേവേയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതി രിച്ഛതേ. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും, ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. അപ്പൊ ആ ഒരു ക്ഷത്രിയന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിനേക്കാളും വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നീ വരാൻ പോകുന്നത്, എത്താൻ പോകുന്നത് എന്ന് പറയാണ്. അതായത് പേടിച്ച് ഓടിപ്പോവാന്നാണ് പറയുള്ളൂ. നല്ല ഒരു മനസ്സ്, നിന്റെ നല്ല മനസ്സ് ഒരാളും കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ്. മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് മാനഹാനി. ഭയാദ്രണാദുപരതം മത്സ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ചത്വം മകുബന്ധോ ഭൂതോയാസ്യസി ലാഘവം. ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധ രംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്നെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസ്സാരരായി കരുതും. അപ്പൊ എല്ലാവരും എന്താ വിചാരിക്കുക? പേടിച്ചോടിപ്പോയി എന്നാണ് വിചാരിക്കുക അല്ലെ. നീ അവാംശവാദാംശബഹൂൻ പതിഷ്യന്തി തവാഹിതാഃ നിന്ദ തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുകീം
ഇനി എന്താ പറയാ, ശത്രുക്കൾ പഴി പറയാൻ തുടങ്ങും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിലും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്? കഥോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയഃ. കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. അപ്പൊ ഇനി അവസാനം ഒരു കൺക്ലൂഷൻ കൊടുക്കണം. എന്താണ്? എന്തായാലും നിനക്ക് നല്ലതാണ് വരാൻ പോണേ. ഒന്നിലോ ഉപരിലോകങ്ങളിൽ സ്വർഗ്ഗലോകങ്ങളിൽ പോവും, അല്ലെങ്കിൽ സന്തോഷമായിട്ട് എന്താണ് ഇന്ദ്രന്റെ ആ സ്വർഗതുല്യമായിട്ടുള്ള ഈ രാജ്യം നിനക്ക് ഭരിക്കാനായിട്ട് സാധിക്കും. സുഖ ദുഃഖേ സമേ കൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപം ഏൽക്കില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഒരിക്കലും നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യരുത്. യുദ്ധം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്, ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് നീ യുദ്ധം ചെയ്യുക. ഒരിക്കലും ഞാൻ ജയിക്കണം അല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുമോ എന്നുള്ള ഭയം വേണ്ട, ഞാൻ ജയിക്കുമോ എന്നുള്ള സംതൃപ്തിയും വേണ്ട. എന്നാൽ എന്റെ ഡ്യൂട്ടിയാണ് ഇത് എന്നുള്ള ലെവലിൽ മാത്രം യുദ്ധം ചെയ്യുക. അപ്പൊ ലാഭത്തിന്, അതായത് ജയിക്കോ തോൽക്കോ എന്നുള്ളതൊന്നും ഭയപ്പെടരുത്. അപ്പൊ ഒരിക്കലും ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നീ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിനക്ക് പാപം ഉണ്ടാവില്ല. കാരണം പാപം ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും ഒരു ജന്മം വരുന്നത്, അല്ലെ? അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ പാപങ്ങളും പുണ്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടേക്ക് വരേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെ? അപ്പൊ കൃഷ്ണാബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയാപരാജയങ്ങളെ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. എല്ലാം എന്തിനു വേണ്ടി ചെയ്യണം? ഭഗവാന് വേണ്ടിയിട്ട്, കൃഷ്ണന് വേണ്ടി ചെയ്യുക. അപ്പൊ കൃഷ്ണാബോധത്തിൽ ഭഗവാന് വേണ്ടി സമർപ്പിച്ച് ഏത് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ പാപം എന്ന് പറയുന്നത് ആരെ ഏറ്റെടുക്കും? ഭഗവാൻ എടുക്കും. പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും ഭഗവാൻ ഏറ്റെടുത്തോളും. അപ്പൊ എല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണ്. അതിന്റെ ഫലങ്ങൾ ഭഗവാന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫലങ്ങളെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിന് പ്രതികരണങ്ങളില്ല. അപ്പൊ ഒരാളെ കൊന്നു കഴിഞ്ഞാലും അതിന്റെ പാപം നമ്മൾക്ക് വരില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അയാൾക്ക് കടപ്പാടുകളില്ല, ബാധ്യതകളും ഇല്ല. ഒരു 2 ശ്ലോകം കൂടി വെച്ചിട്ട് 40 അവസാനിപ്പിക്കാം കേട്ടോ. ഏഷാ തേ വിഹിതാ സാങ്കേ ബുദ്ധിർയോഗേതി മാം ശൃണു ബുദ്ധ്യാ യുക്തോയയാ പാർത്ഥ കർമ്മബന്ധം പ്രകാശ്യസി. ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ആ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇത് അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും വിമുക്തനാകാം. അപ്പൊ ഇനിയിപ്പോ എന്താ പറഞ്ഞത്? ഇനിയിപ്പോ 2 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ജ്ഞാനയോഗം പറഞ്ഞു, ആത്മാവിന് മരണമില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് നീ കൊന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അതല്ല, എന്താണ്, നീ ഭൗതികമായിട്ടാണ് കാണുന്നത്, ആത്മാവ് ഇല്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിലും, അതൊരു പുനർജന്മം ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിലും ഈ ശരീരം നശിക്കാനുള്ളതാണ്. ആ ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ എന്താ പറയുന്നത്? ഫലാസക്തി ഇല്ലാത്ത കർമ്മം. അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞത്? നീ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യരുത്, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യൂ, ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യൂ. അപ്പൊ നിനക്ക് പാപങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഫലാസക്തി ഇല്ലാത്ത കർമ്മത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫലാസക്തി ഇല്ലാത്ത കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്നും മുക്തനാകാം. ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് സാഖ്യം. യോഗം ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെയും യുദ്ധം ചെയ്യാതിരിക്കുന്നതിന്റെയും അർജുനന്റെ നിശ്ചയം യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ നിശ്ചയം ഇന്ദ്രിയ സുഖത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തിനാണ് അർജുനൻ യുദ്ധം ചെയ്യേണ്ട പറയുന്നത്? തനിക്ക് പാപം വരും, എനിക്ക് സന്തോഷം ഉണ്ടാവില്ല, അല്ലെ? ഇതെല്ലാം സ്വാർത്ഥ താല്പര്യങ്ങളാണ്, അല്ലെ? ശരിക്കും പറയുന്നത് ആലോചിച്ച് നോക്കൂ. അർജുനന്റെ ആ ലെവലിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്താ പറയുന്നത്? എനിക്ക് സുഖം ഉണ്ടാവില്ല, മറ്റുള്ളവരെ എനിക്ക് ദുഃഖം വരും, ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ എന്താണ്? എനിക്ക് സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല, എപ്പോഴും ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും എന്ന് പറയാണ്. പിന്നെ എന്താണ് പറയും? ഗുരുജനങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പാപം വരും എന്ന് പറയാണ്, അല്ലെ? അപ്പൊ എല്ലാം എന്റെ 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 എന്നുള്ള ലെവലാണ് അർജുനൻ കാണുന്നത്. എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. അപ്പൊ എന്താണ്? അതാണ് പറയുന്നത്, ഇന്ദ്രിയ സുഖത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർജുനൻ എന്ത് പറയുന്നത്? യുദ്ധം ചെയ്യണ്ട എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ ശരിയായിട്ടുള്ള സ്വഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അർജുനന് മനസ്സിലാവണം, ഞാൻ ആത്മാവാണ്, ഈ ശരീരത്തിൽ എനിക്ക് തോന്നുന്നതെല്ലാം വന്നിട്ട് താൽക്കാലികമാണ്, ഇതെല്ലാം ശാശ്വതമല്ലാത്ത ബന്ധങ്ങളാണ് ചുറ്റുമുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെന്താണ്? യുദ്ധം ചെയ്യുമ്പോൾ ഒരു സങ്കടം വരില്ല, അല്ലെ? നേഹ വിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയാ. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല, ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നു. ഇവിടെ എന്താ പറയുന്നത്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്, ശ്രദ്ധിച്ചോളൂ. കാരണം ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തൃപ്തിക്കല്ലാണ്ട് എന്റെ സുഖം അല്ലെങ്കിൽ എന്റെ ദുഃഖം നോക്കാണ്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ, എല്ലാം ഭഗവാന് സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലുമാണെങ്കിലും അത് നശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അടുത്തത് ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഏത് കർമ്മവും നശിക്കുന്നില്ല. അടുത്ത പോയിന്റ് ആണ്, നോട്ട് ചെയ്തോളൂ. അപ്പൊ എന്താ പറയുന്നത്? അതിന്റെ എന്താണ്? ഒരു തവണ നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചിട്ടുണ്ടെങ്കിൽ
ഒരു തവണ ഭഗവാന് വേണ്ടി പൂവ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നമ്മൾക്ക് അടുത്ത ജന്മത്തിലുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകുന്നില്ല, ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കുന്ന പ്രവർത്തനം കേവലം ഒരു ശതമാനമാണെങ്കിൽ പോലും അതിന് പൂർണ്ണമായ ഫലം ലഭിക്കുന്നു. അതിന്റെ പൂർണ്ണമായ ഫലം ഭഗവാൻ തരും. ഈ ജന്മത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നും ഞാൻ ഡെയിലി നാമം ചെല്ലുന്നുണ്ടല്ലോ, ഞാൻ എല്ലാ കാര്യം, പക്ഷെ ഞാൻ വിചാരിക്കുന്ന മാതിരിയൊന്നല്ല എന്റെ ലൈഫ് പോകുന്നതെന്ന്. പക്ഷെ ഭഗവാന്റെ പ്ലാൻ ഉണ്ട് നമ്മൾക്ക്. എന്താണ് നമ്മൾക്ക് നല്ലത് അതാണ് ഭഗവാൻ നമ്മൾക്ക് തരിക. നമ്മൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഭഗവാൻ തരില്ല. നമ്മൾക്ക് യോഗ്യതയില്ലാത്ത ഒരു കാര്യവും ഭഗവാൻ നമ്മൾക്ക് തരില്ല. അത്രയും കാരുണ്യമുള്ള, അത്രയും സ്നേഹവാനായിട്ടുള്ള ഒരു അച്ഛനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്? കൃഷ്ണാവബോധത്തോടെയുള്ള പ്രവർത്തനം ദേഹനാശത്തിന് ശേഷവും ഒരാളെ കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കുന്നു. ഇപ്പൊ നമ്മൾ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഭഗവാനെ കുറിച്ച് അറിയാൻ നമ്മൾ ശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് മരണം സംഭവിച്ചാൽ പോലും അത്തരത്തിൽ നല്ലൊരു ഫാമിലിയിൽ നമ്മളെ ജനിപ്പിക്കും. ഭഗവാനെ കുറിച്ച് അറിയാൻ കഴിയുന്ന മാതിരി, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാൻ സാധിക്കുന്ന മാതിരി, അത്രയും സാമ്പത്തിക സൗകര്യങ്ങളുള്ള മാതിരി. കാരണം നമ്മൾ ഡെയിലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവറായിട്ട് നമ്മൾ കഷ്ടപ്പെടേണ്ട, ഭഗവാനെ ഭജിച്ചിരിക്കൂ, അതിനുള്ള ഒരു അനുഗ്രഹം നമ്മൾക്ക് ഭഗവാനെ തരും എന്നുള്ളതാണ് ഈ ശ്ലോകം നമ്മൾ പറയുന്നത്. അപ്പോ വളരെ ചെറിയ ഒരു ശ്രമം പോലും ഒരിക്കലും നഷ്ടമല്ല. എന്നാൽ അതേസമയം ഒരു IAS പാസ്സാവുന്ന രീതിയിലുള്ള നമ്മളുടെ ഭൗതിക കാര്യങ്ങൾ, നമ്മൾ പഠിച്ച പഠിപ്പൊക്കെ ഈ ശരീരം പോകുന്നതോടുകൂടി നശിക്കും. അത് ഒരിക്കലും നമ്മൾക്ക് അടുത്ത ജന്മത്തില് കിട്ടില്ല. അത് വീണ്ടും നമ്മൾ ABCD നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് തുടങ്ങണം, ശ്രമം തുടങ്ങണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയുള്ള ശ്രമമാണ് വേണ്ടത്? നമ്മൾക്ക് അടുത്ത ശരീരം ലഭിക്കാനുള്ള ഒരു പ്രിപ്പറേറ്ററി പീരീഡ് ആണ് നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ അതെന്ന് പറയുന്നത് ഏറ്റവും നല്ല വീട്, ഏറ്റവും നല്ല കാറ് അല്ല നമ്മളുടെ ശ്രമം വേണ്ടത്. എന്താ വേണ്ടത്? അടുത്ത ജന്മത്തില് ഞാൻ ഭഗവത്ധാമത്തിലേക്ക് പോകണം. അല്ലെങ്കിലോ ഈ ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ ചെയ്യാൻ ഏറ്റവും സമാധാനമായിട്ട് ടെൻഷനിലാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലിയിൽ ഞാൻ ജനിക്കെങ്കിലും വേണം. ഒരു നല്ല രീതിയിൽ അല്ലേ ജനിക്കണം. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള ശ്രമമാണ് നമ്മൾ ഇപ്പൊ തുടങ്ങേണ്ടത്. ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ട്, ചെറിയ ചെറിയ ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട്. ഹരേ കൃഷ്ണ. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് കേട്ടോ. അടുത്ത ക്ലാസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് എന്താണ് നാളെ എന്താ ക്വസ്റ്റ്യൻ ആൻസർ, അധികം ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. 11 അത് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ, എല്ലാ ചോദ്യങ്ങളും കൂടിയിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.